പ്രൈസ് ലോർഡ്. ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥനയോടെ ഞാൻ മുൻപ് ചെയ്ത എപ്പിസോഡിന്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് വരുന്നു. 2 എപ്പിസോഡേ ഉള്ളൂ. ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു വലിയ വീഡിയോ കേൾക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ എപ്പിസോഡിലേക്ക് ആരെങ്കിലും ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ എപ്പിസോഡ് എക്സ്റ്റേണൽ അഡോൺമെന്റ് എന്തുകൊണ്ട് പാടില്ല, പുതിയ നിയമ വെളിച്ചത്തിൽ എന്തുകൊണ്ട് പാടില്ല എന്ന് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കേട്ടിട്ട് ദയവായി ഇങ്ങോട്ട് വരാവൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഒരു സ്പെസിഫിക് വേഴ്സിന്റെ ആയിരിക്കും പറയുന്നത്. പക്ഷെങ്കിൽ എന്തുകൊണ്ട് ഇത് പുതിയ നിയമം അലൗ ചെയ്യുന്നില്ല, നമ്മുടെ ആദ്യകാല ഭക്തന്മാർ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നൊക്കെ ഉള്ളതും വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വെച്ച് ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ അനന്യമായ ദൈവസന്നിധി കാണപ്പെടണം എന്ന് തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യവും, നിങ്ങൾ ഈ ലോകത്തിൽ അനുരൂപരാകരുതെന്നും ഈ ശരീരത്തെക്കുറിച്ച് പുതിയ നിയമ വെളിച്ചത്തിൽ എന്താണ് ശരീരം പറയുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒരു കാലത്ത് ഈ വിധ കാര്യങ്ങളെ എല്ലാം മാറ്റി നിർത്തി, ഈ ശരീരത്തിന്റെ കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ മാത്രമല്ല കോംപ്രമൈസ് ഉണ്ടായിട്ടുള്ളത്, ഒത്തിരിയും കാര്യങ്ങളിൽ കോംപ്രമൈസ് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് സകലതും വിട്ട് ഇതര സഭകളിൽ നിന്നും മറ്റ് മതവിഭാഗങ്ങളിൽ നിന്നും വന്ന് വേർതിരിക്കപ്പെട്ട ഒരു ജനസമൂഹമായിരുന്നു പെന്തക്കോസുകാര്, അല്ലെ അതുപോലെ നിന്നിരുന്ന കൂട്ടർ. അവരെ വേർപെട്ടവർ, വേർപാടുകാര് എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. എന്നാൽ കാലഘട്ടം വന്നപ്പോൾ ഈ അനുഗ്രഹം കൂടിയപ്പോൾ, ഭൗതിക നന്മകൾ വന്നപ്പോൾ സത്യത്തിൽ ദൈവത്തെ മറക്കുകയും, ഞാൻ ഒരിക്കലും എൻ്റെ അനിയനും ഞാനുമായിട്ട് ഈ ആത്മീയ കാര്യം സംസാരിച്ചപ്പോൾ ഒരു തമാശയായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. പിശാചും കൂട്ടും കൂടെ നോക്കിയപ്പോൾ ദാണ്ടട ഒരു ഭാഗത്ത്, ഒരു സൗത്ത് ഇന്ത്യയിലെ ഒരു ഭാഗം ഭയങ്കരമായിട്ട് ദൈവത്തിനു വേണ്ടി വേർപെട്ടവരായി ഇറങ്ങി വരുന്നു. അവരെല്ലാ കഷ്ടതകളും സഹിച്ച്, നിന്ദകൾ സഹിച്ച് ഈ ദൈവത്തിനു വേണ്ടി ഇറങ്ങുന്നു. പക്ഷേ ഇവരിങ്ങനെ പോയാൽ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരൊരു പറഞ്ഞു, നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. പിന്നെ ലോകപ്രകാരമുള്ള വേർഡ്സ് ഒക്കെ ഒന്ന് ഉപയോഗിച്ച് മനസ്സിലാക്കത്തക്കോണം പറയാണ്. സ്ട്രാറ്റജി പ്രകാരം അവർ പറഞ്ഞു, നമുക്ക് ഇവരെ എല്ലാവരെയും കൂടെ കുറച്ച് പണം കൊടുത്ത്, ഭൗതിക നന്മകൾ കൊടുത്താൽ മതി, ഇവരെല്ലാം ദൈവത്തെ വിട്ടുപോകും എന്ന് പറഞ്ഞു. കാലഘട്ടങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അമേരിക്കയിലും ഗൾഫിലും UK-യിലും ഒക്കെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ ചെന്നെത്തി. അവിടെ ചെന്ന് അവിടുത്തെ പാറ്റേൺ പഠിക്കാൻ തുടങ്ങി. വേദപുസ്തകം പറഞ്ഞു ഡു നോട്ട് കൺഫേം ടു ദ പാറ്റേൺ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്ന് പാറ്റേൺ കണ്ടുപിടിച്ചു. പിന്നെ ഒരു കാര്യം സംഭവിച്ചത്, കുഞ്ഞുങ്ങൾ പാപം ചെയ്യാൻ തുടങ്ങിയപ്പം അപ്പന്മാരും എന്തോ ചെയ്തു, വാക്യങ്ങൾ അതനുസരിച്ച് എങ്ങനെയെങ്കിലും ട്വിസ്റ്റ് ചെയ്ത് ഇതൊന്നും ഒരു വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് അവരെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒന്നുകൂടെ പറയുന്നത്, തനിച്ചു വാർക്കുന്ന ഒരു ജനമായി യഹോവയ്ക്ക് വേണ്ടി, ദൈവത്തിനു വേണ്ടി, യേശുവിന്റെ നാമത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു ചെറിയ കൂട്ടം ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അല്ല, അങ്ങനെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ, എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടർക്ക് വേണ്ടിയുള്ളതാണ്. അല്ലാത്തവർക്ക് ഇതൊരു പക്ഷെങ്കിൽ ഒരു അസ്വസ്ഥത തോന്നിപ്പിക്കുമായിരിക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളും വാസ്തവമായ ദൈവത്തെ അറിഞ്ഞ് ഇതിലേക്ക് വരണമെന്നുള്ളതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യത്തെ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ യൂട്യൂബിൽ വീഡിയോസ് നോക്കുമ്പോൾ വലിയ വലിയ ബൈബിൾ കോളേജിൽ പഠിക്കുന്നവർ വളരെ വാക്ചാതുര്യത്തോടെ ഭയങ്കരമായിട്ട് ഇതിനെ പ്രസന്റ് ചെയ്യുന്നത് ഞാൻ സംഭവിച്ചു. ഇതൊന്നും കുഴപ്പമില്ലെന്ന് പറയുവാൻ തക്കണം. എന്നാൽ ഞാൻ അതൊക്കെ ഞാൻ വിടുന്നു. എൻ്റെ വാക്ചാതുര്യം കൊണ്ട് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വാസ്തവമായി ഭക്തരായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളിലൂടെ ദൈവം സംസാരിക്കും. ഈ 2 വീഡിയോയിൽ കൂടെ ദൈവം സംസാരിക്കും. ഇത് കഴിഞ്ഞ് എനിക്ക് എപ്പിസോഡ് വേറെ ഒന്നുമില്ല. എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ചെയ്യാൻ പറയുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലേ ഞാൻ ചെയ്യത്തുള്ളൂ. ഞാനിവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സമയം കണ്ടെത്തി ദൈവം എന്നെ ഉത്സാഹിപ്പിക്കുകയും പരിശുദ്ധാത്മാവ് കുറെ നാളുകളായി ഒരു വേദനയായി തന്ന വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യോത്തരത്തിലേക്ക് നമുക്ക് അടുത്തതായി വരാം. ആക്ച്വലി ഇതൊരു ഡെക്കായിരുന്നു. ഇതിനെ 2 എപ്പിസോഡ് ആക്കിയത് ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ്, വലിയൊരു ലെങ്തി വീഡിയോ അവോയ്ഡ് ചെയ്യാൻ. അപ്പം ആ ഡെക്കിൽ നിന്ന് വന്ന ചോദ്യങ്ങളായതുകൊണ്ട് ചിലത് ഒരു കണ്ടിന്യൂവേഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതായിട്ട് തോന്നും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഞാൻ പഴയ വീഡിയോയിൽ അല്ലെ ആദ്യത്തെ എപ്പിസോഡിൽ എന്തുകൊണ്ട് ധരിക്കാൻ പാടില്ലെന്നുള്ള മെയിൻ റീസൺസ് എല്ലാം പ്രസന്റ് ചെയ്തതിന് ശേഷം ചില അഡീഷണൽ വാക്യങ്ങൾ കൊണ്ടുവന്നു. 1 തിമോത്തിയോസിൽ നിന്നും പത്രോസിൽ നിന്നും ഒക്കെ. കാര്യം ആ മെയിൻ വാക്യം വെച്ചാണ് പെന്തക്കോസുകാർ അല്ലെങ്കിൽ ഈ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിന്നവർ ആഭരണം ഉപേക്ഷിച്ചെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതല്ല വാക്യം. ആ വാക്യം അറിയണമെങ്കിൽ
പ്രീവിയസ് എപ്പിസോഡ് പോയി കേൾക്കണം. എന്നാൽ അതൊരു അഡീഷണൽ എവിഡൻസ് ആയിട്ട് കൊണ്ടുവന്നു. അപ്പൊ ആ അഡീഷണൽ എവിഡൻസിൽ കൊണ്ടുവന്ന സ്ഥലത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ആർഗ്യൂ ചെയ്യാം, നമ്മുടെ ഈ തിയോളജിക്കൽ മൈൻഡും നമ്മുടെ ലോജിക്കൽ മൈൻഡും ഒക്കെ കൊണ്ടുവരാം. എന്നാൽ ഇതിനകത്തൊരു 3 കാര്യങ്ങൾ കൊണ്ട് അലങ്കരിക്കരുതെന്ന് ഈ 2 അപ്പോസ്തലന്മാർ എടുത്തു പറഞ്ഞു. ഒന്ന്, ഗോൾഡ് ജുവലറി അല്ലെങ്കിൽ സിൽവറും കൊണ്ട് പിന്നെ അലങ്കരിക്കരുത്, പിന്നെ എക്സ്പെൻസീവ് ക്ലോത്ത് കൊണ്ട് അലങ്കരിക്കരുത്, തലമുടി പിന്നിയത് കൊണ്ട് അലങ്കരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ന്യായമായി നമുക്ക് തോന്നുന്ന ഒരു ഡൗട്ട് ഉണ്ട്, എന്താണ് ഈ എക്സ്പെൻസീവ് ക്ലോത്ത്സ്? അതുകൊണ്ട് അപ്പം നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പം ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ ജെന്യുവിനായിട്ട് ആരെങ്കിലും മനസ്സിൽ വരുന്ന ചോദ്യമാണെങ്കിൽ അതിനൊരു ഉത്തരം പറയാമെന്ന് വിചാരിച്ചു. ഈ എക്സ്പെൻസീവ് എന്ന വേർഡ് ഒരു റിലേറ്റീവ് വേർഡാണ്. ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിന് ചിന്തിക്കാം. അംബാനി വിശ്വാസത്തിലേക്ക് വന്നെന്ന് വിചാരിക്കാം. അദ്ദേഹം മൾട്ടി ബില്യനെയർ ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 10,000 ദിർഹംസിന്റെ ഒരു സാധാരണ ഡ്രസ്സ് വാങ്ങിച്ചാൽ പോലും അദ്ദേഹത്തിന് അത് എക്സ്പെൻസീവ് ആകത്തില്ല. അല്ല 10 ലക്ഷത്തിന്റെ വാങ്ങിച്ചാലും വാങ്ങിക്കത്തില്ല, 1 കോടിയുടെ വാങ്ങിച്ചാലും അദ്ദേഹത്തിന് എക്സ്പെൻസീവ് ആകത്തില്ല. പക്ഷെ ഇവിടെ വേദപുസ്തകം ഉദ്ദേശിച്ച ഒരൊറ്റ കാര്യമാണ്, ഈ ഒരു വ്യക്തി വസ്ത്രം കൊണ്ട് തന്നെ അലങ്കരിക്കരുത് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഈ വസ്ത്രം കൊണ്ട് അലങ്കരിക്കരുത് എന്ന് പറയാൻ ആ കാലഘട്ടത്തിൽ വസ്ത്രം അലങ്കാരത്തിന് വേണ്ടി വാങ്ങിക്കുന്ന വസ്ത്രങ്ങള് വളരെ വിലപ്പെട്ടതായിരുന്നു. അപ്പോൾ വസ്ത്രത്തില് പിന്നെ മുത്തുമണികള്, സ്വർണം ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ വസ്ത്രം വലിയ അലങ്കാരമുള്ള വസ്ത്രം വാങ്ങിക്കണമെങ്കിൽ വലിയ എക്സ്പെൻസീവ് ആയിരുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല. ഒരു സാധാരണ വെള്ള ചുരിദാർ, ഇപ്പം ആളങ്ങ് ഭയങ്കര ഹമ്പിൾഡ് ആകണമെന്ന് വിചാരിച്ചു, അപ്പൊ വെള്ള ചുരിദാറിനേക്കാളും ഇപ്പം ഒരു 150, ഞാൻ UAE പെർസ്പെക്റ്റീവില് ഒരു 150-200 ദിർഹംസിന്റെ നല്ല കൂടിയ വെള്ള ചുരിദാർ കിട്ടും. ഒട്ടും തന്നെ നമുക്ക് തോന്നത്തില്ല അതൊരു എക്സ്പെൻസീവ് ആണെന്നൊന്നും, ഇടുന്നവരെ പുറത്തു നിന്നുള്ളവർക്ക് തോന്നത്തില്ല, പക്ഷെ നല്ല ക്വാളിറ്റി സാധനമാണ്. അപ്പം അങ്ങനെയുള്ള ആ ചുരിദാർ വാങ്ങിക്കുന്നതിലും 100 ദിർഹംസിന് താഴെ പക്ഷെങ്കിൽ വളരെ മുത്തുമണികളും ഒക്കെ വെച്ച ചുരിദാറുകൾ ഇവിടെ ലഭിക്കും. അപ്പം ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമ്മള് വസ്ത്രം കൊണ്ട് നമുക്ക് അലങ്കരിക്കരുത്. ശരീരമാണ് ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആലയമാണ്, ഇത് നമ്മൾ വിലയ്ക്ക് വാങ്ങിയ ശരീരമാണ്. അതുകൊണ്ട് ഈ വസ്ത്രം കൊണ്ട് അലങ്കരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വസ്ത്രം ഇടുന്നത് ഷോ ഓഫിന് വേണ്ടി ആകരുത്, എന്റെ അലങ്കാരങ്ങൾക്ക് വേണ്ടി ആകരുത്, ഞാൻ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ് ആണെന്ന് ഓർക്കുക, പിന്നെ ഇത് ഡീസന്റും അപ്രോപ്രിയേറ്റും ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഷാബി ഡ്രസ്സ് ഇട്ടുകൊണ്ട് പിന്നെ ജനത്തിന്റെ മുമ്പിൽ വരുന്നതിനകത്ത് കാര്യമില്ല. ഞാൻ വളരെ ഡീസന്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് അവിടെ ഇടേണ്ടത്. പിന്നെ നേക്കഡ്നെസ് കവർ ചെയ്യണം. വസ്ത്രം ദൈവം ധരിപ്പിച്ചതിന്റെ ഉദ്ദേശം തന്നെ നേക്കഡ്നെസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. പ്രോപ്പർ ആയിട്ട് നേക്കഡ്നെസ് കവർ ചെയ്യുന്ന ഡ്രസ്സ് ആയിരിക്കണം നമ്മൾ ധരിക്കുന്നത്. ഇറുകിയ വസ്ത്രം ധരിച്ചിട്ട് ഞാൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരെയെങ്കിലും പാപം ചെയ്യുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ വസ്ത്രം ധരിച്ചാൽ അതും പാപമാണ്. അതിനകത്ത് ഒരു അലങ്കാരവും ഇല്ല, വളരെ പ്ലെയിൻ ഡ്രസ്സാണ്, പക്ഷെങ്കിൽ ആകാര വടിവിന് ഒത്തവണ്ണം വസ്ത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും പാപമായി തീരുന്നു. അതുകൊണ്ട് ഇവിടെ പ്രൈസ് അല്ല മാറ്റേഴ്സ് ആവുന്നത്, നമ്മൾ അലങ്കാരത്തിന് വേണ്ടി വസ്ത്രം ധരിക്കരുത് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് സമ്പത്തുള്ള ഒരുവൻ അംബാനി ദൈവസന്നിധിയിലേക്ക് വാസ്തവമായി വന്നാൽ അവൻ വസ്ത്രത്തിനെല്ലാം വലിയ വലിയ തുകകൾ ചിലവഴിക്കുന്നു എന്നൊന്നും അല്ല മനസ്സിലാക്കേണ്ടത്. കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കി ഇതിനെ ഉൾക്കൊള്ളുവാൻ ഏത് ഭക്തനും ശ്രമിക്കും അത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതിലേക്ക് ഞാൻ വരുന്നു. ഇനി ഞാൻ ഒരു UAE വെബ്സൈറ്റുകളിൽ നിന്ന്, ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്ന് 3 ഡ്രസ്സിന്റെ പിക്ചർ എടുത്തിട്ടുണ്ട്, വിലയിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു സൂപ്പർ റിച്ച് ആണ്, അല്ലെ അംബാനി പിന്നെ ദൈവഭാഗത്തിലേക്ക് വന്ന കോടീശ്വരനായ കോടാനുകോടി പണം കരങ്ങളിലുള്ള വ്യക്തി ആണെങ്കിൽ നിങ്ങൾ ഏത് വസ്ത്രം വാങ്ങിക്കും? ഏറ്റവും ഇടത്തെ വസ്ത്രത്തിനാണ് ഏറ്റവും വില കൂടിയത്, ഏറ്റവും വലത്തെ വസ്ത്രമാണ് ഏറ്റവും വില കുറഞ്ഞത്, പക്ഷെ നടുക്കത്തെ വസ്ത്രമാണ് ഇച്ചിരി മീഡിയം ആണ്, ഇച്ചിരി വില ഉണ്ട് താനും. അപ്പം ഏറ്റവും ഇടത്തെ വസ്ത്രത്തിന് 1 ലക്ഷത്തിന് മുകളിൽ വിലയുണ്ട്, ഏറ്റവും വലത്തെ വസ്ത്രം 20,000 ഉള്ളൂ, നടുക്കത്തെ വസ്ത്രം 40,000 ഉണ്ട്. പണമുള്ള വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് ഇതിനകത്ത് ഏറ്റവും ഇടത്തേതും വാങ്ങിക്കാൻ പറ്റത്തില്ല, വലത്തേതും വാങ്ങിക്കാൻ പറ്റത്തില്ല. കാര്യം ഒന്ന് അലങ്കാരവും ഒന്ന് നഗ്നത പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നടുക്കത്തെ വസ്ത്രമാണ് വാങ്ങിക്കാൻ പറ്റുന്നത്. അത് ജസ്റ്റ് ഒരു ഉദാഹരണം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു എക്സാമ്പിൾ വെച്ച് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി പറയാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം ഇതിനകത്ത് കൊണ്ടുവന്നത്. ഓക്കെ, താങ്ക് യു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. നമ്മള് തലമുടി പിന്നുന്നതിനെ കുറിച്ച് ഈ തിമോത്തിയോസിലും
പത്രോസിലെയും വാക്യങ്ങൾ എടുത്ത് ഞാൻ അഡീഷണൽ എവിഡൻസ് തന്നപ്പോൾ അവിടെ 3 കാര്യം പറഞ്ഞു. വസ്ത്രം കൊണ്ട് അലങ്കരിക്കരുത്, ആഭരണം കൊണ്ട് അലങ്കരിക്കരുത്, തലമുടി പിന്നുന്നത് കൊണ്ട് അലങ്കരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ന്യായമായിട്ട് വസ്ത്രത്തിന്റെ കാര്യം ഞാൻ ക്ലിയർ ചെയ്തു. ആഭരണത്തിന്റെ കാര്യം നമ്മൾ പ്രീവിയസ് എപ്പിസോഡിൽ പറഞ്ഞു. ഈ തലമുടിയുടെ കാര്യം പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നാൻ പോലും പറ്റത്തില്ല. അങ്ങനെ നമുക്കൊരു ആർഗ്യുമെന്റ് കൊണ്ടുവന്നിട്ട് എന്നാൽ ആഭരണം കൂടി ഇടാമല്ലോ എന്നുള്ള ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരാൻ വേണ്ടി, അല്ലാതെ ഇത് തലമുടി പിന്നുന്നതിന്റെ ഇതൊന്നും ഓർത്തോണ്ടൊന്നും അല്ല. അപ്പം ഈ ആർഗ്യുമെന്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വേദപുസ്തകം വന്ന് എഴുതിയത് റോമ സ്ത്രീകള് തങ്ങളുടെ തലമുടി കൊണ്ട് അലങ്കരിച്ച് തലയിൽ ഗോൾഡൻ നെറ്റ് വെച്ച് പല കാര്യങ്ങൾ ചെയ്ത് തലമുടി അലങ്കരിക്കുമായിരുന്നു. ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ഈ ബൈബിൾ ഡിക്ഷണറി നിങ്ങൾ നോക്കിയാൽ കാണാൻ എന്തൊക്കെ ഇടയായിത്തീരും. അന്ന് നടന്നിരുന്ന ആ അലങ്കാര മെത്തേഡിനെയാണ് വേദപുസ്തകവും ഇവിടെ അല്ലെങ്കിൽ പത്രോസും പൗലോസും ഇവിടെ ഈക്വൽ ആയിട്ട് രണ്ട് സൈഡിൽ നിന്ന് രണ്ട് കാലഘട്ടത്തിൽ രണ്ട് പേര് മാറിയിരുന്ന് എഴുതുമ്പോഴും ഈക്വലി പറയുന്നത് അലങ്കരിക്കരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പരിശുദ്ധാത്മാവ് രണ്ടുപേരിൽ കൂടെ എടുത്തു പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ വേറൊരു പാറ്റേൺ ആണ്. തലമുടിയിൽ അത്രയും പണി, ഇങ്ങനത്തെ പണിയൊന്നും കാണിക്കത്തില്ല നമ്മൾ. പക്ഷെ പല പണികളും നമ്മുടെ ലേഡീസ് ചെയ്യുന്ന പരിപാടികളുണ്ട്. അപ്പം അതുകൊണ്ടാണ് പണ്ട് ഉണ്ടായിരുന്ന ദൈവദാസന്മാർ ഒരു കാരണവശാലും മുടിയിൽ ഒരു പണിയും കാണിച്ചുകൊണ്ട് വന്നാൽ നമ്മുടെ സഭകളിൽ അംഗീകരിക്കത്തില്ലായിരുന്നു, അതിനെ ശാസിക്കുമായിരുന്നു. പക്ഷെ കാലഘട്ടം മാറി വന്നപ്പോൾ ഇതിലും കോംപ്രമൈസ്ഡ് ആയി. മുടി സ്ട്രൈറ്റൻ ചെയ്യുന്നു, മുടിയിൽ പണികൾ കാണിക്കുന്നു. യോഗ്യമായി നമ്മൾ വരിക, ദൈവമക്കളാണെന്ന് വിചാരിക്കുക, നമ്മൾ വേർപെട്ടവരാണെന്ന് വിചാരിക്കുക, കർത്താവിന് വേണ്ടി നിൽക്കുവാന്റെ കോണം വേർപെട്ട സമൂഹമാവുമ്പോൾ അതിനനുസരിച്ച് ഭക്തന്മാർക്ക് ദൈവം പരിശുദ്ധാത്മാവിൽ ബോധ്യം തരും. ഓരോ നിമിഷവും ബാർബർ ഷോപ്പിലും സലൂണിലും ബ്യൂട്ടി സലൂണിലും ഒക്കെ പോകുമ്പോൾ ചിന്തിക്കുക, ഇത് ദൈവഹിത പ്രകാരമാണോ നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മളെ തന്നെ ചിന്തിക്കുക. ഈ കാര്യത്തിൽ ദൈവം ഒരു ബോധ്യം തരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3 വളരെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മടങ്ങി വരുന്ന മുടിയൻ പുത്രൻ അല്ലെങ്കിൽ പ്രോഡിഗൽ സൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്ത ആ സ്റ്റോറിയിൽ മടങ്ങി വരുന്ന മകന് പിതാവ് കയ്യിൽ ഒരു മോതിരമിട്ട് സ്വീകരിക്കുന്നു. ഇതാണ് അവിടുത്തെ വിഷയം. അപ്പം ഇത് ശരിക്കും നടന്ന ഒരു സംഭവമോ ഒന്നുമല്ല, ഇതൊരു അലഗറി അല്ലെങ്കിൽ പാരബിൾ ആണ്. അപ്പം ഇതിനകത്ത് എന്ത് കാര്യങ്ങൾ ഈ ഉപമയ്ക്കകത്തോ കമ്പാരിസി എന്തോ ഞാൻ മലയാളം വേർഡ് കിട്ടുന്നില്ല, സിമിലിക്കകത്തോ ഒക്കെ എന്ത് സബ്ജക്റ്റ് വേണമെങ്കിലും കൊണ്ടുവരാം. അപ്പൊ ഇതിനകത്ത് മടങ്ങി വന്ന മകന് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒന്ന് പിന്നെ റിങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. മടങ്ങി വന്ന മകന് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി വലിയ മീൽസ്, വലിയ സെലിബ്രേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ മടങ്ങി വന്നതിന്റെ ഒരു വീണ്ടെടുപ്പ് വിലയുടെ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലാതെ ഇതിനകത്തൊരു റിയാലിറ്റിയും ഇതിനകത്തില്ല. ഇപ്പൊ ഈ ഒരു സ്റ്റോറിക്കകത്ത് മെയിൻ ആയിട്ടുള്ളത്, പണ്ട് കാലത്ത് ഇസ്രായേലിന് വീണ്ടെടുപ്പ് വില, ഒരു നഷ്ടപ്പെട്ടതിന്റെ വീണ്ടെടുപ്പ് വില എന്ന് പറയുന്നത് 1/2 ശേക്കൽ പൊന്നെന്നുള്ളതായിരുന്നു. അപ്പം ഇതുപോലെ ഒരു വീണ്ടെടുത്ത് തന്റെ മകനെ, നഷ്ടപ്പെട്ട മകനെ തിരിച്ചു വീണ്ടെടുത്തതിന് വില കൊടുത്തു എന്ന് പറയുന്നത് പോലെ ഒരു പാരബിൾ. അതിനപ്പുറത്തോട്ട് ഇതിനകത്ത് ഒരു റിയാലിറ്റിയും ഇല്ല. അങ്ങനെ പല പാരബിൾസും അലഗോറിയും ഒക്കെ ഇതിനകത്ത് നമ്മുടെ വേദപുസ്തകത്തിനകത്ത് കാണാൻ പറ്റും. സിമിലീസും എല്ലാം കാണാൻ പറ്റും. വേർഡ് ഓഫ് ഗോഡിനെ കുറിച്ച് നോക്കാം. ദൈവവചനത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർതിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാണെന്നൊക്കെ പറയുന്നു. അപ്പം ദൈവവചനം എന്ന് പറയുന്നത് വാളെടുത്ത് ഉപയോഗിക്കുന്ന പാപമാണെങ്കിലും വാളിന്റെ കാര്യം പറഞ്ഞ് അതുപോലെയാണ് ദൈവവചനം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പം വേറൊരിടത്ത് പറയുന്നു, നിങ്ങളുടെ കണ്ണ് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ പ്ലക്ക് ചെയ്ത് കളയാ, സ്വർഗത്തിൽ നരകത്തിൽ പോകുന്നതിനേക്കാളും കണ്ണ് പ്ലക്ക് ചെയ്ത് കളയുന്നത് നല്ലതെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം പ്ലക്ക് ചെയ്ത് കളയാൻ ഒന്നും പറ്റത്തില്ല നമ്മുടെ കണ്ണ്. നമ്മുടെ ശരീരത്തെ ഒരവയവം പോലും നമുക്ക് എടുത്ത് കളയാൻ ദൈവം അലൗ ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ അതൊരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണ്, പാപം ചെയ്യുന്നതിനേക്കാളും വലുതാണ് നിന്റെ കണ്ണെടുത്ത് കളയുന്നത് എന്ന് പറയുന്ന അത്രത്തോളം ആഴമായ ഒരു കാര്യത്തെ പറയുവാൻ കൊണ്ടാണ് അവിടെ പറയുന്നത്. എൻ്റെ മകൻ പാപം ചെയ്തെന്നോ എൻ്റെ മകൾ പാപം ചെയ്തെന്നോ പറഞ്ഞുകൊണ്ട് ഞാൻ നാളെ പോയി കൈവെട്ടി കളയോ കണ്ണ് കുത്തിപ്പറിച്ച് കളയോ ചെയ്താൽ അത് ദൈവത്തിന്റെ പാപമായി തീരുന്നു. പക്ഷെങ്കിൽ ഈ കോണ്ടെക്സ്റ്റിൽ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ കോണം ദൈവവചനം ഉപയോഗിച്ചേക്കുന്നതാണ്. പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പിന്നെ കർത്താവ് മടങ്ങി വരുന്നതിനെ കള്ളനോട് ഉപമിച്ചിരിക്കുന്നു, കള്ളൻ വരുന്ന പോലെ എന്ന് പറയുന്നു. ഇതൊക്കെ വിശുദ്ധനായ ദൈവത്തെ പിന്നെ ഒരു കള്ളനോട് ഉപമിക്കുന്നത് തെറ്റല്ലേ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇതൊന്നും അല്ല. ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആ കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യുവാനുള്ള കോണമാണ് ദൈവവചനം ഇവിടെ അതിന് ഉപയോഗിച്ചേക്കുന്നത്. ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അടുത്ത ചോദ്യം
നമ്മുടെ ഈ വെളിപ്പാട് പുസ്തകത്തില് മാറത്ത് പൊൻകച്ച കെട്ടിയ ക്രിസ്തു, അപ്പം ക്രിസ്തുവിന്റെ മാറത്ത് പൊൻകച്ച വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു. അങ്ങനെയാണെങ്കിൽ ആഭരണം എനിക്ക് ധരിക്കുന്നതിന് എന്താ കുഴപ്പം, എനിക്ക് കുറച്ച് അലങ്കാരമായാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അധികം ആളുകൾ ചോദിച്ചിട്ടില്ല, എന്നാൽ ഈ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിലെ ക്രിസ്തുവിനെ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് മുഴുവൻ ഒരു റെവലേഷൻ കാര്യങ്ങളാണ്. ഇതൊരു റിയാലിറ്റി അല്ല. വെളിപ്പാട് പുസ്തകത്തിൽ മാറത്ത് പൊൻകച്ച കെട്ടിയ ക്രിസ്തുവിനെ മാത്രമല്ല നമ്മൾ അവിടെ കാണുന്നത്, അവിടെ അവന്റെ തലമുടി പഞ്ഞി പോലെ വെളുത്തതാന്ന് പറയുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് യേശുവിന് പ്രായമായി, പിന്നെ ഒത്തിരി പ്രായമായപ്പോ തലമുടി വെളുത്തു പോയെന്നാണോ? അല്ല. പിന്നെ അടുത്ത വാക്യം പറയുന്നു അവന്റെ വായിൽ നിന്ന് ഇരുവായ്ത്തലുള്ള വാള് വരുന്നത്. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളൊന്ന് ഊഹിച്ചു നോക്കിയേ, തലമുടി വെളുത്ത് ഇരുവായ്ത്തലുള്ള വാള് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു രൂപത്തെയാണോ നമ്മൾ യേശുവിനെ ശരിക്കും കാണുന്നത്? അങ്ങനെയൊന്നുമല്ല. അപ്പം യേശുവിന് ഇതിനകത്തുള്ളതൊന്നും റിയാലിറ്റി കാര്യത്തിലല്ല നമ്മൾ നിൽക്കുന്നത്, വെളിപ്പാടിൽ കാണുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അടുത്ത വാക്യങ്ങളിൽ പറയുന്നു പിന്നെ 7 നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു, 7 നക്ഷത്രങ്ങളെ 7 സഭകളുടെ ദൂതന്മാരാന്ന് പറയുന്നു, 7 ലാംപ് സ്റ്റാമ്പ്സ് അവിടെ ഉണ്ടെന്ന് പറയുന്നു. എന്തുവാ, അപ്പം അത് 7 ചർച്ചസ് ആന്ന് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 7 ലാംപ് സ്റ്റാമ്പ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഭകളിലെല്ലാം കൂടെ കൊണ്ടുവന്ന് നിലവിളക്കൊക്കെ വെച്ചിട്ട്, പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ നിലവിളക്കുണ്ട് അതുകൊണ്ട് നമുക്ക് നിലവിളക്ക് വെക്കാം എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇത്രയും പറയുന്നതിൽ നിന്ന് ഞാൻ ജെനുവിൻ ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിന് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പം ഞാൻ അതിൽ കൂടുതൽ സമയങ്ങൾ ചെലവഴിക്കുന്നില്ല. അപ്പം മാറത്ത് പൊൻകച്ച കെട്ടിയ ക്രിസ്തു റിയാലിറ്റി അല്ലെന്ന് മനസ്സിലാക്കുമെന്ന് എനിക്ക് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം 5. നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുമ്പം അവിടെ നമ്മുടെ കൂട്ടായ്മയിൽ ഒരു ബിലീവർ ഫൈൻ ക്ലോത്ത്സും ഗോൾഡ് റിങ്ങും ഇട്ട് വരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം അത് കണ്ടില്ലേ, യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സഭകളിൽ ഇതൊക്കെ അനുവദിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ചിന്ത. അപ്പം നമുക്ക് ഈ വേഴ്സ് ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ പറയുന്നത്, മൈ ബ്രദേഴ്സ് ഷോ നോ പാർഷ്യാലിറ്റി. ആ ഭാഗം ഞാൻ റെഡ് ഫോണ്ടിൽ കാണിച്ചിട്ടുണ്ട്. as you hold the faith of our Lord Jesus Christ, for if a man വേറെ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ, ഫോർ എക്സാമ്പിൾ സപ്പോസ് someone comes into your meeting എന്ന് പറയുന്നത്, എന്നിട്ട് വിയറിംഗ് എ ഗോൾഡ് റിംഗ് ആൻഡ് ഫൈൻ ക്ലോത്തിങ് comes into your meeting and a poor man in shabby clothing also come. ഒരു റിച്ചായ മാനിനെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടി ഗോൾഡ് റിംഗ് ഇട്ടും ഫൈൻ ക്ലോത്തിങ് ഇട്ട ഒരു വ്യക്തിയും, പിന്നെ പാവപ്പെട്ട ഒരു മനുഷ്യനെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാധാരണ ഡ്രസ് ഇട്ട ഒരു മനുഷ്യൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഒരു ഷാബി ക്ലോത്തിങ് ഇട്ട് വന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഒരാശയമാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഇവിടുത്തെ ഒറ്റ കോണ്ടെക്സ്റ്റ് പറയാൻ വേണ്ടിയ ഷോ നോ പാർഷ്യാലിറ്റി എന്ന് പറയാൻ വേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്ത് സബ്ജക്റ്റും ഒരു കാര്യത്തെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പിന്നെ വേദപുസ്തകത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ തന്നെ കൊണ്ടുവന്ന ഒരു സബ്ജക്റ്റ് എന്നുള്ളതേ ഉള്ളൂ, ഒരു എക്സാമ്പിൾ എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇത് മീറ്റിംഗ് പ്ലേസും ഇതൊരു സിനഗോഗാണ്, അല്ലാതെ നമ്മുടെ ചർച്ച് അല്ല. ഈവൻ നമ്മുടെ ചർച്ച ആണെങ്കിൽ പോലും നമ്മുടെ ചർച്ചുകളിലൊക്കെ തന്നെ പിന്നെ എക്സ്റ്റേണൽ അഡോൺമെന്റ് ചെയ്ത് ആഭരണം ധരിച്ച ആളുകളൊക്കെ നമ്മുടെ ചർച്ചുകളിൽ വരുന്നുണ്ട്. എന്നാൽ അവിടെ പിന്നെ ചർച്ചിൽ ആ ഒരു കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചു നിൽക്കുന്ന, ഉദാഹരണത്തിന് നല്ലതായിട്ട് ദൈവവചന പ്രകാരം നിൽക്കുന്ന സഭകളിൽ അങ്ങനെ പിന്നെ എക്സ്റ്റേണൽ അഡോൺമെന്റ്സ് ഉള്ളവരെ സ്നാനപ്പെടുത്തുകയോ കത്രമേശ കൊടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ ഞാൻ ഇവൻ കൂടുന്നു വരുന്ന അബുദാബിയിലെ ചർച്ചിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പിന്നെ അവരെ സ്നേഹിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരെ നമ്മുടെ കൂടെ കൂട്ടി ഈ വചനത്തിന്റെ ആഴങ്ങൾ പഠിപ്പിച്ച് വേർപാടിന്റെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണ് പഠിപ്പിച്ചു വരുന്നത്. അതുകൊണ്ട് ചർച്ചിൽ ആരെങ്കിലും വരത്തില്ലെന്നൊന്നുമല്ല, പക്ഷെങ്കിൽ ചർച്ചിൽ വരുന്ന കർത്താവിന്റെ സഭയോട് ചേർക്കപ്പെടുന്ന വ്യക്തികൾ പൂർണ്ണമായി ശരീരത്തിലും വേർപാട് സൂക്ഷിക്കുന്നവരാണ്. ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. പ്രൈസ് ലോർഡ്. അടുത്ത ചോദ്യം, ഇപ്പൊ ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു ഉപദേശമാണെന്ന്. അങ്ങനെയല്ല, കേരളത്തിൽ മാത്രമല്ല, വേൾഡിൽ എല്ലായിടത്തും വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കുന്ന അനേക സഭകളുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ കേരളത്തിൽ എങ്ങനെയാണ് ഈ ഉപദേശം വന്നത്? ഇംഗ്ലീഷ് മിഷണറിമാര് വന്നാലേ ഈ ഉപദേശമൊക്കെ ഇവിടെ പറഞ്ഞത് പോലും. അപ്പം നിങ്ങൾ ഈ ചർച്ചിന്റെ വെബ്സൈറ്റ്സ് നോക്കുക. ഞാൻ ഏകദേശം 10 വർഷം മുമ്പ് ഈ വെബ്സൈറ്റ്സ് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് എഴുതിയിരുന്നവര് കുറച്ചൊക്കെ ഒന്ന് കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ട്. ഞാനൊരു ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിൽ കൂടുന്നതാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഇതിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരുന്ന ഇപ്പൊ കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ട് കുറെ ചർച്ചസ് ഒക്കെ. എന്നാൽ
അതിന്റെ വെബ്സൈറ്റ്സ് പോലും ഒരിക്കൽ പോലും ഇങ്ങനെ ആഭരണം ധരിക്കരുതെന്നോ ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ ചർച്ചുകൾ ധരിക്കരുതെന്ന് എഴുതിയ വെബ്സൈറ്റ്സ് തന്നെ ലോകമെമ്പാടുമുള്ള ചർച്ചുകളിലുണ്ട്. പിന്നെ ഞാൻ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഒരു ഫിലിപ്പിനോ പെണ്ണുണ്ടായിരുന്നു. പുള്ളിക്കാരിയോട് ഒരിക്കൽ വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരി ഷാർജയിൽ ഒരു ചർച്ചിൽ ആയിരുന്നു പോയിരുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പിന്നെ ആഭരണം അലൗ ചെയ്യത്തില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പം ദുബായിൽ ഒരു ചർച്ചിലാണ് പോകുന്നെന്ന് പറഞ്ഞു. പിന്നെ അല്ലാതെ അർമേനിയയിലുണ്ട്, റഷ്യയിലുണ്ട്. കാര്യം ഞാൻ അർമേനിയയിൽ പോരുന്ന സമയത്ത് ഒരു കണക്ഷൻ കിട്ടിയ ഒരു വ്യക്തിയോട് നമ്മുടെ ഗൈഡ് ഞങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങൾ ആഭരണം ഇടുന്നില്ല, ഞങ്ങൾ മേക്കപ്പ് ഇടുന്നില്ല. അപ്പൊ ഞങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കി വന്നപ്പോൾ ഒരു പാസ്റ്ററെ, അർമേനിയൻ ഒരു 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 ദേവദാസനെ കണക്റ്റഡ് ആയി തീരുവാൻ ഇടയായി. ഞാൻ ആ ഡിസ്കഷനിൽ നിന്ന് അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, റഷ്യയിൽ നിന്ന് വന്ന ദേവദാസന്മാരാണ് ഇങ്ങനെ പഠിപ്പിച്ചത്, അവരോട് മിഷണറിമാരാണ് പഠിപ്പിച്ചത്. അപ്പൊ അദ്ദേഹം എന്നോട് വളരെ എക്സൈറ്റഡ് ആയി. കാര്യം അവര് അർമേനിയൻ ഭാഷ മാത്രം സംസാരിക്കുന്നത്, ഗൈഡ് വഴിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അവർ എന്നോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ ഇന്ത്യയെ കുറിച്ച് അവർ മനസ്സിലാക്കി വെച്ചിരുന്നത് ഹൈന്ദവ രാജ്യം, അവിടെ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഉണ്ടെന്നൊന്നും അത് അത്രത്തോളം അവർ മനസ്സിലാക്കിയില്ല, ഈ പറയുന്ന അർമേനിയൻസ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളോട് ഇതുപോലെ മിഷണറിമാര് മറ്റ് ഇതര ഇംഗ്ലീഷ് മിഷണറിമാർ വന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. പിന്നെ ആഫ്രിക്കയിലുണ്ടെന്ന് പറയാൻ കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്ന ഒരു ദേവദാസനാണ് പോൾ വാഷർ. എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. അദ്ദേഹത്തിന്റെ മാത്രമല്ല പല ആളുകളുടെയും പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അതിനകത്തുനിന്ന് നല്ലത് എടുക്കുവാൻ തക്കോണം. അപ്പം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരിക്കൽ അദ്ദേഹം ഒരു ചെറിയ പ്രൈഡ് ആയിട്ട് പറഞ്ഞു, അദ്ദേഹം ആഫ്രിക്കയിൽ മിനിസ്ട്രിക്ക് പോകുന്ന സമയത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരു ലേഡി വന്ന് ചോദിച്ചു, പോൾ വാഷറെ, നിങ്ങളുടെ വൈഫ് എന്തിനാ ആഭരണം ധരിക്കുന്നത്, എക്സ്റ്റേണൽ അഡോൺമെന്റ് ദൈവമക്കൾക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് പോൾ വാഷറോട് പറയുവാൻ ഇടയായി. അപ്പൊ അദ്ദേഹം അതിനൊരു ന്യായമൊക്കെ പറഞ്ഞ് ഒഴിവാകുന്നത് കണ്ടു. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, ഇത്രയും പ്രസംഗിക്കുന്ന പോൾ വാഷറോട് ആരും പറയാനില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വേർപാട് നിൽക്കണമെന്നുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നീട് എനിക്ക് അത്ഭുതം തോന്നി, പോൾ വാഷർ ഇങ്ങനെ ഒരു പ്രൈഡായിട്ട് പറഞ്ഞാണെങ്കിൽ അപ്പൊ എനിക്ക് മനസ്സിലായി, ദൈവം ഓരോ കാലഘട്ടത്തിൽ ആരോട് എനിക്ക് ഒക്കെ കൂടെ ഇവരോടൊക്കെ പറയുന്നുണ്ട്, ഇവരത് ഏറ്റെടുക്കുന്നുണ്ടോ, ഇവരുടെ ജഡം അവരെ പിടിച്ചു നിർത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. എനിവേ, ആഫ്രിക്കയിലും ഒക്കെ അങ്ങനെ നിൽക്കുന്നവരുണ്ട്. ഞാൻ ജർമ്മനിയിലെ ഒരു പാസ്റ്ററെ നാട്ടിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് പൂവത്തൂർ ഒരു ചർച്ചിൽ, ഞാൻ ഇവിടെ ഗൾഫിലായിരുന്ന കാലഘട്ടത്തിൽ അവധിക്ക് വന്നപ്പോഴാണ് മനസ്സിലായത്, പൂവത്തൂർ ഒരു ചർച്ചിൽ വരികയും ആ ജർമ്മനിയിലെ പാസ്റ്റർ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ആഭരണം ഇടാൻ പോയിട്ട് അവരുടെ ചർച്ചിൽ ടെലിവിഷൻ പോലും സമ്മതിക്കത്തില്ല. കാര്യം അത് പാപം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ജർമ്മനിയിൽ ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഇത്, ജർമ്മനിയിലെ ടെലിവിഷനൊക്കെ ഓൾമോസ്റ്റ് വൾഗർ ആണ്, ഓപ്പൺ ആണ് പല കാര്യത്തിൽ വേണ്ടി. അപ്പോൾ ഇദ്ദേഹം തീർത്തും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അലൗ ചെയ്യത്തില്ല എന്ന് തീർത്തു പറഞ്ഞു. അവർ വേർപാടിന് വേണ്ടി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ മുടി നീട്ടി വളർത്തതിനോ ഏതാണ്ട് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മകനെ സഭയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ലോകമെമ്പാടും നിൽക്കുന്ന അനേകരുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മള് ഈ യോശുവയും കാലേബിന്റെ കാര്യം പറയുന്ന പോലെ എല്ലാ ഗോത്രങ്ങളുടെയും തലവന്മാര് ഒരേ വോയിസോടെ പറഞ്ഞു, എന്നാൽ യോശുവയും കാലേബും വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ സത്യദൈവത്തിന്റെ പ്രമാണത്തെ കുറിച്ച് വാസ്തവമായി മനസ്സിലാക്കി വേർപെട്ട് ജീവിക്കണമെന്ന് പറയുമ്പോൾ വേർപാടിന്റെ ഉപദേശത്തിന് എത്ര പേര് നിന്നു എന്നൊന്നും അല്ല നമുക്ക് ചിന്തിക്കേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ കുറച്ചു പേരെ ഉള്ളെന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ശേഷിപ്പിച്ചെന്ന് പറയുന്നത് പോലെ ഭക്തന്മാരില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്തന്മാരെ ദൈവം അവിടെ എവിടെയെങ്കിലും നിർത്തുന്നുണ്ട്. കർത്താവിന്റെ വരവിൽ പോകുന്നവരെ പൂർണ്ണമായി വേർപെട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്ന, തനിച്ചു പാർക്കുന്ന ഒരു ജനകൂട്ടമാണ്. അത് അവിടെ ഇവിടെ ഉണ്ട്. നമ്മൾ കൗണ്ട് ഒന്നും നോക്കി ചിന്തകളെ മാറ്റണ്ട. കാര്യം ഏറ്റവും കൂടുതൽ കൗണ്ട് കത്തോലിക്ക സഭയ്ക്കാണ് ഇപ്പോൾ ക്രിസ്തീയ വിഭാഗത്തിലുള്ളത്. അവർക്കുണ്ടാകുന്നതിനേറ്റം PhD ഉള്ള ആൾക്കാരും ഒന്നും അവിടെ ഇല്ല. നമ്മുടെ കൂട്ടത്തിൽ അത്രയും ഒന്നുമില്ല. അപ്പം കൗണ്ട് അല്ല വിഷയം എന്ന് പറയുവാൻ തക്കോണമാണ് ഞാനിത് പറഞ്ഞത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അപ്പം വരാം. അടുത്തൊരു ചോദ്യമാണ്, ഞാൻ ഓർണമെന്റ്സ് ഒന്നും ഉപയോഗിക്കത്തില്ല, അപ്പം വാച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന്. വാച്ച്, കണ്ണാടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ട്. പക്ഷെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊന്നും ഒരു അലങ്കാരങ്ങൾക്ക് വേണ്ടി ആകരുത്. നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ്, യോഗ്യമായി വേണം എന്ത് വേണമെങ്കിലും വെക്കാൻ. ആഭരണം ധരിക്കാതിരുന്നിട്ട് സ്വർണ്ണ കണ്ണാടിയും അല്ലെങ്കിൽ കുറെ വജ്രം വെച്ച വാച്ചും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെ അത് ദൈവത്തിന് ഹിതമാണോ എന്ന് ചിന്തിക്കണം. പിന്നെ പൈസ വിലയുള്ള വാച്ച് വാങ്ങിക്കുന്നതിനകത്ത്, അത് ഞാൻ മുമ്പേ പറഞ്ഞ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലാന്ന് തോന്നുന്നു ഞാൻ കവർ ചെയ്തതുപോലെ, അത് അവരവരുടെ സാമ്പത്തിക ഇതാണ്. പക്ഷെങ്കിൽ യോഗ്യമായത് വേണം നമ്മൾ ധരിക്കാൻ. എന്തുവാണെങ്കിലും യോഗ്യമായത് വേണം ചെയ്യാൻ. കാര്യം നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. അടുത്ത ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു കമന്റ് ഞാൻ ഒരു ആന്റിയിൽ നിന്ന് കേട്ടതാണ്. കേരള പെന്തക്കോസുകാര് ആഭരണം മാറ്റിയത് ഇക്വാളിറ്റിക്ക് വേണ്ടിയായിരുന്നു, സൊസൈറ്റിയിലെ ഇക്വാളിറ്റിക്ക് വേണ്ടിയായിരുന്നു. ഇവിടെ ഞാൻ ആഭരണം മാത്രം പറയുന്നത്, അങ്ങനെയല്ല. കാര്യം എൻ്റെ പിതാവിന് 74 വയസ്സുണ്ട്.
എൻ്റെ പിതാവ് മൂന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തു. ഇവിടെ എല്ലാം ആഭരണം മാത്രമല്ല, മേക്കപ്പും ബാക്കി എല്ലാ കാര്യത്തിലും ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യ കാലങ്ങളിൽ അദ്ദേഹം കോഴഞ്ചേരിയിൽ സുവിശേഷ വേല ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു ലേഡി ഈ വിശ്വാസത്തിലേക്ക് വന്ന് സ്നാനപ്പെട്ട ആഭരണം എല്ലാം മാറ്റിയതിന്റെ പേരിൽ ഹസ്ബൻഡ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്നും ഈ ഗ്രൂപ്പിൽ പറയുന്നില്ല, കാര്യം ചില കാര്യങ്ങൾ പബ്ലിക് ആരെങ്കിലും കേൾക്കുമ്പോൾ അത് വേണ്ടാത്ത ഒരു വിമർശനത്തിനിടയായി തീരുമല്ലോ. അപ്പം എൻ്റെ പിതാവിന്റെ മാതാവ്, എൻ്റെ അമ്മച്ചി, ഈ ആദ്യമായി സുവിശേഷം അറിഞ്ഞ് ഈ ഒരു മാർഗത്തിലേക്ക് വന്നത് അമ്മച്ചിയാണ്. അന്ന് എൻ്റെ പിതാവ് ലോകമനുഷ്യനായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ അപ്പൻ കെട്ടിയ താലിമാല മാറ്റിക്കളഞ്ഞ് ആഭരണം മാറ്റിക്കളഞ്ഞെന്ന് കൂട്ടുകാർ പറഞ്ഞാണ് അറിഞ്ഞത്. കാര്യം അമ്മ പോയി പപ്പ പറഞ്ഞത്, അമ്മ പോയി രഹസ്യമായി സ്നാനപ്പെട്ട കാര്യമൊക്കെ അറിയുന്നത്. അന്ന് അമ്മയുമായി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അമ്മ പറഞ്ഞെന്ന്, എൻ്റെ തല പോയാലും ഞാനിത് തിരിച്ചെടുത്തില്ല. കാര്യം അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രക്ഷിക്കപ്പെട്ടവരെ, എൻ്റെ മമ്മിയുടെ അമ്മയും ഇതുപോലെ സുവിശേഷം ആശാരി ഉപദേശി പറഞ്ഞത് കേട്ട് രക്ഷിക്കപ്പെട്ടതാണ്. ഞാൻ പറയുന്നത് ഒരു 50-60 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അന്ന് അമ്മച്ചി ജീവിച്ചിരിക്കുന്ന കാലത്ത്, ചെറിയ കാലത്ത് പറയുമായിരുന്നു, മോനെ ഞങ്ങള് സുവിശേഷം കേട്ടപ്പോഴത്തേക്ക് CSIയിൽ നിന്ന് ഒന്നും വേണ്ട, എല്ലാം ഇട്ടിട്ട് ഞങ്ങള് കർത്താവിന് വേണ്ടി ഇറങ്ങി വരാം എന്നൊക്കെ പറഞ്ഞു. അന്ന് ഇതിനൊന്നും വാക്യങ്ങളോ എക്സ്പ്ലനേഷനോ ഒന്നും വേണ്ട. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയേക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങള് പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെട്ടാലേ ലോകം പിറ്റേ ദിവസം വരും. അപ്പൊ ഹിൽ സോങ്സിന്റെ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്, അയ്യോ ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ, ഇതെല്ലാം നല്ലതായിട്ട് പാടുന്നുണ്ടല്ലോ, അവര് ക്രിസ്തുവിനെ കുറിച്ചല്ലേ പാടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത നിമിഷം തൊട്ട് ഇത് വലിയ കാര്യമാണോ എന്ന് പിശാച് അവരുടെ ഹൃദയത്തിൽ കൊണ്ടു കൊടുക്കും. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി ക്രിയ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ആ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിയവർ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെട്ട് ഇറങ്ങി. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ശരിക്കും വാസ്തവമായിട്ട് നിൽക്കാനുണ്ടെങ്കിൽ ദൈവത്തിന്റെ മക്കളെ, ഈ വീഡിയോ ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതകാലത്ത് കർത്താവ് എന്നെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നതിന് ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് ചെയ്തെടുത്തിട്ട് പോകണമെന്നാണ് എൻ്റെ ചിന്ത. അത് പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്തെടുക്കുന്നതിൽ ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാണ് ഈ കാര്യത്തില്. അപ്പം ആരെല്ലാം കോംപ്രമൈസ്ഡ് ആയി തീർന്നാലും നിങ്ങൾ വിചാരിക്കണം, ഒരു കാരണവശാലും ഇതിനു വേണ്ടി ഒന്നും അല്ല കേരള പെന്തക്കോസുകാരും ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരും ആഭരണമൊന്നും എടുത്തു കളഞ്ഞത്. ക്രിസ്തുവിന്റെ ശരീരമാണ്, എൻ്റെ ശരീരമല്ല, എന്നെ വിലയ്ക്ക് വാങ്ങിയതാണ് എന്നുള്ളത് ഓർക്കുക. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളിന് ഇവിടെ ഒരു താഴെ ഒരു പഴയ ഓർണമെന്റ്സ്, ഒരു ബീഡ്സും കൊണ്ട്, നിങ്ങൾ ചെറിയ പ്രായത്തിൽ പഴയ ആളുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നവരാണെന്ന് അറിയാം, വളരെ വില കുറഞ്ഞ ഒരു സാധനമായിരുന്നു. അതുപോലും ഇടാൻ പോണം സമ്മതിക്കത്തില്ലായിരുന്നു. ഒരു ചെറിയ കറുത്ത ചരട് പോലും കെട്ടാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഇതൊക്കെ ആരാണ് നമ്മളെ പഠിപ്പിച്ചത്? അന്ന് വന്ന മിഷണറിമാർ, ഇംഗ്ലീഷ് മിഷണറിമാരാണ് ഇതൊക്കെ പഠിപ്പിച്ച് വേർപാടിന്റെ ഉപദേശം ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ വേർപെട്ട ഒരു സഭയാണ് ബ്രദറൻ ചർച്ചസും. അന്ന് അവരും ഇന്ന് വരെ അവരും ആഭരണത്തിന് വേണ്ടി മാറി നിൽക്കുന്നു. നിങ്ങളൊന്ന് ആഭരണമെന്നല്ല, ഞാൻ കൂടി ഈ ആഭരണം എന്ന് പറഞ്ഞ് സ്റ്റക്കായി പോകുന്നുണ്ട്. ഏതുവിധ മോഡിയും ശരീരം ദൈവത്തിന്റെ ആലയമാണ്, അതിൽ നിന്ന് വ്യത്യാസമായി വരുന്നത് പാപമാണെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അടുത്തൊരു ചോദ്യമാണ് വെഡ്ഡിംഗ് റിങ്. ഇത് നമുക്ക് ഒരു വെഡ്ഡിംഗ് റിങ്, അവിടുത്തെ കൾച്ചറൽ അനുസരിച്ച് വെഡ്ഡിംഗ് റിങ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വെഡ്ഡിംഗ് റിംഗ് എങ്കിലും ഇട്ടില്ലെങ്കിൽ എങ്ങനെയാണ്? ഈ അമേരിക്കയിലൊക്കെ അല്ലേ വെഡ്ഡിംഗ് റിങ്ങിന്റെ ആവശ്യം? നിങ്ങൾക്കറിയാമോ അമേരിക്കയിലും വെഡ്ഡിംഗ് റിങ് ഇടാത്തവരുണ്ടെന്ന്? നമുക്ക് ന്യായങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി ഒരു വെഡ്ഡിംഗ് റിങ് എടുത്ത് കളഞ്ഞിട്ട് അടുത്ത ആൾ നമ്മളോട് വന്ന് ചോദിക്കുക കല്യാണം കഴിച്ചതല്ലേ എന്ന് ചോദിച്ചാൽ, കല്യാണം കഴിച്ചതല്ല അല്ലെ ആണ് എന്ന് പറയുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ള ഒരു കാര്യമൊന്നുമല്ല. ഇതൊന്നും ഒരു ഭക്തന് ന്യായീകരണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ, ഒരു ഭക്തനും ഈ ഒരു കാര്യം ന്യായീകരണത്തിന് വേണ്ടി ഉപയോഗിക്കത്തില്ല. വെഡ്ഡിംഗ് റിങ് ലോകത്ത് എമ്പാടും ഉണ്ടെന്ന് പറഞ്ഞു. വേറെടുത്ത് ടോറിംഗ് ആണ്, ചിലയിടത്ത് പിന്നെ ഞാൻ ഗൂഗിളിൽ പല സ്റ്റഡി ഞാൻ എടുത്ത് നോക്കുമായിരുന്നു. വെഡിങ്ങിന് വേണ്ടി ഹെന്ന ചെയ്യുന്നതാണ് ചില കൾച്ചറിലുള്ളത്. പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, മംഗലസൂത്ര അല്ലെങ്കിൽ താലിമാലയൊക്കെ വലിച്ചെറിഞ്ഞാണ് നമ്മുടെ പിതാക്കന്മാരെ കർത്താവിനെ സേവിക്കുവാൻ കോണം നമ്മുടെ മാതാക്കൾ ഇറങ്ങി വന്നത്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, ഇതൊന്നും ആവശ്യമുള്ളതല്ല. കർത്താവിന്റെ ദൈവമക്കൾക്ക് ഇതൊന്നും ആവശ്യമുള്ളതല്ല. അതുകൊണ്ട് വേർപാടിന് വേണ്ടി നിൽക്കുവാൻ കോണം ദൈവം ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ന്യായമായ ഒരു ചോദ്യമാണ്, ഇങ്ങനെ നമ്മൾ ഉപദേശങ്ങളൊക്കെ പറഞ്ഞ് വേർപാടിന്റെ ഉപദേശം പറഞ്ഞാൽ ക്രിസ്തുവിലേക്ക് ആളുകൾ വരാൻ, രക്ഷിക്കപ്പെടാൻ ബുദ്ധിമുട്ട് വരുമെന്നുള്ളത്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, നമ്മൾ ഒരു ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ അംബാസഡേഴ്സ് ആയി ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ നമ്മുടെ ജോലിയാണ് ചെയ്യുന്നത്.
ക്രിസ്തു പറഞ്ഞ വഴിയെ അല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും ക്രിസ്തുവിന് പ്രസാദമായി തീരത്തില്ല. നമുക്ക് ചിലപ്പം ഒരു സന്തോഷം തോന്നും, അവിടെ കുറച്ച് മിറക്കിൾസ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സന്തോഷമൊക്കെ തോന്നും, നമ്മളെ കേൾക്കുന്നവർക്ക് വലിയ എക്സൈറ്റ്മെന്റ് തോന്നും. നമ്മൾ നേരത്തെ മിറക്കിൾസ് ഉണ്ടാകുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. മിറക്കിൾസ് ഉണ്ടാകുന്നതല്ല ഇവിടുത്തെ വിഷയം. ക്രിസ്തു ചിലപ്പം പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തെന്നിരിക്കും ഇതിനകത്ത് നിന്ന്. പക്ഷെ വാസ്തവമായി കറതീർന്ന സുവിശേഷം, വേർപാടിന്റെ ഉപദേശങ്ങൾ, അത് വേണം പറഞ്ഞു കൊടുക്കാൻ. അതറിഞ്ഞിട്ടല്ലേ കേരളത്തിൽ നിന്ന് നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി സുവിശേഷ വേലയ്ക്കായി പോയത്. നിങ്ങൾ ന്യൂ ജനറേഷൻ ചർച്ചസ് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ചർച്ചസിനെ ഞാൻ വിടുന്നു, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉപദേശം അതുപോലെ പറഞ്ഞു കൊടുക്കണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, രക്ഷിക്കപ്പെടുന്ന ഒരു ചുരുക്കമോ എന്ന് ചോദിക്കുന്നിടത്ത് കർത്താവ് പറയുന്നുണ്ട്, എല്ലാ എഫേർട്സും ടു എൻ്റർ ദ നാരോ ഡോർ, ഞങ്ങൾ നാരോ വഴിയാണ് ഉണ്ടാക്കിയേക്കുന്നത്, പലരും അതിലെ കടക്കുവാൻ തക്കോണം ഇടുക്കമുള്ള വാതില്, ഇടുക്കമുള്ളിടത്തൂടെ കടക്കുവാൻ പോരാടുവീൻ എന്നൊക്കെ പറയുന്ന ഭാഗം നിങ്ങൾക്കറിയാമല്ലോ. ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യങ്ങളല്ല. യാഥാർത്ഥ്യത്തിൽ ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ സൂപ്പർ നാച്ചുറൽ വർക്കാണ്. ആ വർക്ക് നടക്കുന്നിടത്ത് നമ്മൾ സത്യം മാത്രം പറയുക, നമ്മുടെ ജോലി നമ്മൾ ചെയ്യുക. അങ്ങനെ ക്രിസ്തുവിലേക്ക് ആളുകളെ നേടുവാൻ തക്കോണം ദൈവം ഇടയാക്കണം. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ എം എ ബോൺ സെർവന്റ് ഫോർ ക്രൈസ്റ്റ്. ദൈവം നമ്മൾ ക്രിസ്തുവിന് വേണ്ടി അടിമകളാണ്, ബോൺ സെർവൻസ് ആണ്. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊന്നുമില്ല. നമ്മൾ കർത്താവ് ഉണ്ടാക്കിയ വഴിയിലൂടെ ആളുകൾ വരുന്നില്ലെന്ന് കണ്ടുകൊണ്ട് വഴി തുറന്നു വെച്ചാൽ അത് കർത്താവിന് പ്രസാദമാകത്തില്ല. വഴി തുറന്നാൽ ചിലപ്പോൾ ആൾക്കാർ കുറെ കയറും, പക്ഷെ ആ കയറിയതൊന്നും ക്രിസ്തുവിലേക്കല്ല, നിങ്ങൾക്ക് തോന്നുന്ന സാറ്റിസ്ഫാക്ഷനാണ്. ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു പറഞ്ഞ വഴിയെ കൂടെ തന്നെ നമ്മൾ അവരെ കൊണ്ടുവരാൻ തക്കോണം ദൈവം ഇടയാക്കണം. പിന്നെ എൻഡ് ടൈംസ് ആകുമ്പോൾ ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എടുത്ത് പറഞ്ഞ് അത് സമയം കൊണ്ടുവരുന്നില്ല. ഞാൻ ഒരു വാക്ക് പറയുന്നു, പണ്ട് സായിച്ചാൻ പറഞ്ഞ ഒരു ഭാഗം, ഞാൻ സായിച്ചാന്റെ വാക്ക് പിന്നെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കാർണൽ കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ ആൾക്കാരെ അട്രാക്ട് ചെയ്ത കാർണൽ ആൾക്കാരെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ കറതീർന്ന സുവിശേഷം അറിഞ്ഞതുപോലെ പറഞ്ഞില്ലെങ്കിൽ കയറുന്നതൊന്നും ക്രിസ്തുവിനുള്ളതായിരിക്കത്തില്ല. നിങ്ങൾക്ക് തോന്നുന്ന സാറ്റിസ്ഫാക്ഷനും പിന്നെ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന ഒരു ചർച്ചിന് കൊടുക്കുന്ന കൗണ്ടിനകത്ത് കിട്ടുന്ന സന്തോഷം, അവർ തരുന്ന കുറെ അപ്രിസിയേഷനും, അവർ പറയും കഴിഞ്ഞ മാസം ഇന്ന പാസ്റ്റർ 1000 പേരെ സ്നാനപ്പെടുത്തി. നിങ്ങൾക്ക് ആ കിട്ടുന്ന അപ്രിസിയേഷൻ വേണോ, ക്രിസ്തുവിന്റെ അടുക്ക് വേണോ? അതുകൊണ്ട് ക്രിസ്തു എന്ത് പറഞ്ഞു അപ്രകാരം ഓപ്പറേറ്റ് ചെയ്യുവാൻ കൊണ്ട് ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം അങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്തൊരു ചോദ്യമാണ് നമ്മൾ നോക്കുന്നുണ്ടെ, പരിശുദ്ധാത്മാവിനാൽ ആഭരണം ധരിക്കുന്ന സഭകളിലും ഇതെല്ലാം അയച്ചുവിടുന്ന സഭകളിലും ഭയങ്കര മിറക്കിൾസ് നടക്കുന്നത്. ഞാൻ ഇതിനകത്ത് കൃപാസനം ന്യൂസ് പേപ്പർ, കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന ധ്യാന കേന്ദ്രമാണ്, അവിടെ നടക്കുന്ന അത്ഭുതങ്ങളൊക്കെ ഒന്ന് കണ്ടാൽ മതി. ഞാൻ അത് പറഞ്ഞ് വിമർശിക്കുന്നില്ല, കാര്യം എനിക്ക് അവരെ വിമർശിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവർ മറ്റൊരു വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്. അപ്പം നിങ്ങൾ മറക്കാതിരിക്കേണ്ട ഒരു വാക്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷത്തില്. ആ കാലഘട്ടത്തിൽ പലരും വന്ന് എന്നോട്, കർത്താവേ കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ പിന്നെ പ്രവചിച്ചു, ഞാൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, ഞാൻ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറയും. അന്ന് അടുത്ത വാക്യം, ഐ വിൽ റിപ്ലൈ, ഐ നെവർ ന്യൂ യു, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഗെറ്റ് അവേ ഫ്രം മീ യു ഹു ബ്രേക്ക് ഗോഡ്സ് ലോ, ദൈവത്തിന്റെ നിയമങ്ങൾ തെറ്റിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോ എന്നാ പറയുന്നത്. ദൈവ നിയമത്തിൽ അങ്ങ് പിടിച്ചു നിന്നാൽ മതി. അത്ഭുതങ്ങൾ നോക്കിയൊന്നും അല്ല ഒരു ചർച്ച് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയുന്നത്. അത്ഭുതങ്ങളും അവിടെ ദൈവം നടത്തും, അടയാളങ്ങൾ ദൈവം ചെയ്യും. എന്നാൽ നിങ്ങൾ നോക്കേണ്ടുന്നത് ക്രിസ്തുവിന്റെ പ്രമാണത്തിലാണോ നിൽക്കുന്നത്, ദൈവവചന പ്രകാരമാണോ സഭ നിൽക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അടുത്തത് എൻ്റെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ, ഒന്നുകിൽ എൻ്റെ വെഡിങ്, എൻ്റെ എൻഗേജ്മെന്റ്, അല്ലെങ്കിൽ എൻ്റെ ഗ്രാജുവേഷൻ സെറമണി. അപ്പം ഞാൻ ഒരു ഇച്ചിരി മേക്കപ്പും ഇച്ചിരി ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടിട്ട് പോയിക്കോട്ടെ, പോകുന്നത് ശരിയാണോ? ദൈവമക്കൾക്ക്, നിങ്ങൾ ദൈവമകനാണെങ്കിൽ ദൈവമകളാണെങ്കിൽ ഒരു കാര്യത്തിലും നിങ്ങളത് ഈ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. കാര്യം നിങ്ങളുടെ സ്പെഷ്യൽ ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആ സമയത്ത് പ്രത്യേകം വേർപാട് സൂക്ഷിക്കുക. കാര്യം ജനമെല്ലാം കോംപ്രമൈസ്ഡ് ആയി, നിങ്ങൾ ഇനി കുറച്ചു പേരൂടെ നിൽക്കാനുള്ളൂ. അതിനകത്തൂടെ പോയി എന്താണ് നമ്മളെ കുറച്ച് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്ക് നമ്മുടെ മുമ്പിൽ, ഞാനല്ലാതെ എന്നെ ആക്കി മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചിട്ട് എന്താണ് പ്രയോജനം? സത്യമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഒരു കാരണവശാലും ഇത് പറ്റത്തില്ല. നമ്മൾ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമ ചോദിക്കുക. ഇനിയും നിങ്ങളുടെ വിവാഹങ്ങൾ നടത്തി ഇത് കേട്ടതിന് ശേഷം വിവാഹമോ വല്ലതും വരുന്നുണ്ടെങ്കിൽ യോഗ്യമായ വസ്ത്രം ധരിച്ച് ചെല്ലുക, തലയിൽ തുണിയിട്ട് ചെല്ലുക. എന്ത് മാന്യമായ ദൈവസാന്നിധ്യമല്ലേ ഏറ്റവും വലുത്?
നമ്മുടെയൊക്കെ ശരീരം അധികം താമസിക്കാതെ ക്ഷയിക്കും, പ്രായമാകും, അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ പിടിക്കും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. നമ്മളെ ഈ ജഡമാണ് നമ്മളെ പുഷ് ചെയ്യുന്നത്. നീ പെയിന്റ് അടിക്ക്, നീ അത് ചെയ്, നീ ഇത് ചെയ് എന്ന് പറയുന്നത് ജഡമാണ് പുഷ് ചെയ്യുന്നത്. ജഡവും ആത്മാവും തമ്മിലുള്ള ശത്രുത്വമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു ഒക്കേഷൻ ഉണ്ടെങ്കിൽ, ഒരു സ്പെഷ്യൽ സെറമണി ഉണ്ടെങ്കിൽ, ബി യൂണീക്ക്. കർത്താവിന് വേണ്ടി യൂണീക്ക് ആയിട്ട് നിൽക്കാൻ പറ്റുക. പിന്നെ മറ്റേ ദാനിയേലിനെ പോലെ നിൽക്കുക, ഏകനായി നിൽക്കുക, ചന്ദ്രക്ക് മേശക്ക് അഭേന്ദ്രമോഹനെ പോലെ വ്യത്യസ്തമായി നിൽക്കുക. കർത്താവ് അപ്പം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളോടുകൂടെ ഉണ്ടാകുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്. നമ്മുടെ വെഡിങ് സെറമണി വരുന്നവരുടെ അപ്രിസിയേഷൻ അല്ല നമുക്ക് ആവശ്യം, സ്വർഗത്തിലെ അപ്പന്റെ അപ്രിസിയേഷൻ ആണ് നമുക്ക് ആവശ്യം. എന്റെ മകൻ എന്നോടുള്ള മനോഭാവം നിമിത്തം അവന്റെ വിവാഹത്തിന് വന്നപ്പോൾ വളരെ സൂക്ഷിച്ചാണ് വന്നത്. എന്റെ മകൾ, അവൾ ദേഹത്ത് എല്ലാവരും കൂടെ ഫോഴ്സ് ചെയ്ത് ഇതൊരു സ്പെഷ്യൽ സെറമണി അല്ലേ ചെയ്യെന്ന് പറഞ്ഞപ്പോൾ എന്റെ മകൾ അത് ചെയ്തില്ല എന്ന് പറയുന്ന, തന്റെ ദൂതന്മാരും കൂടെ നിന്ന് കുനിഞ്ഞു നോക്കുന്ന വിവാഹ വേദികളാക്കി തീർക്കണം. അങ്ങനെ വ്യത്യസ്തരായി മാറി നിൽക്കുവാൻ ഈ കാലഘട്ടത്തിൽ ചുരുക്കമേ ഉള്ളെങ്കിൽ, ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടാതെ അങ്ങനെ നിൽക്കുവാന്റെ കോണം ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അടുത്ത ചോദ്യം നമ്പർ 13. ഈ ചോദ്യത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് വേണം പറയാൻ. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 13-14 വർഷം മുമ്പ്, ഒരു സോഷ്യൽ നെറ്റ്വർക്കിൽ, ഒരു ഗ്രൂപ്പിൽ ഈ വിഷയങ്ങൾ, എക്സ്റ്റേണൽ അലോട്ട്മെന്റ് എന്ന് പറയുന്ന വിഷയം വന്നു. അപ്പൊ ഞാൻ അവധിയിലോ എന്തോ ആയിരുന്നു. ആ സമയത്ത് ഞാൻ അതിനെതിരെ എഴുതി. അതേ സമയത്ത് തന്നെ ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും നമ്മളെ വിലക്ക് വാങ്ങിയതാണെന്നും ഇതേ കാര്യങ്ങൾ അന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് എഴുതിക്കൊണ്ടിരുന്നു. അപ്പം ഒരു രീതിയിലും അന്ന് ഞാൻ പിന്നെ കുറച്ച് പിന്നെ വൾഗർ ആയിട്ടുള്ള അഡോൺമെന്റിന്റെ ഫോട്ടോസ് ഇട്ടു. ഇത് ഇടരുതെന്ന് ബൈബിളിലുണ്ടോ, ഇന്നത് ചെയ്താൽ ഇന്നത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഒത്തിരി ആർഗ്യുമെന്റ്സ്. ഈ തലയിലോട്ട് ആൾക്കാരെ ഒന്ന് ഇതിലൊന്ന് ഉദ്യമിപ്പിക്കാമെന്ന് വെച്ച് ചെയ്തതാണ്. പിന്നീട് ഞാൻ അത് ഗിവ് അപ്പ് ചെയ്തു. ഇനി അങ്ങനെ ഒരു സോഷ്യൽ നെറ്റ്വർക്കിൽ ചെയ്യത്തില്ലെന്ന് മനസ്സിലായി. കാര്യം ഇതൊന്നും ഒരു നന്മയ്ക്കാകുന്നില്ല, ചുമ്മാ ആർഗ്യുമെന്റിന് വേണ്ടിയാണെന്ന് മനസ്സിലായി. അപ്പം അന്ന് ഒരു ദൈവദാസൻ, അമേരിക്കയിൽ നിന്നുള്ള ഒരു ദൈവദാസൻ ഈ ഗ്രൂപ്പിൽ നിന്ന്, ഇദ്ദേഹം ഇതിനൊരു ന്യായം പറയാൻ വേണ്ടി, കാര്യം ഇദ്ദേഹം എക്സ്റ്റേണൽ അഡോൺമെന്റ്സ് ഒന്നും കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു ദൈവദാസനാണ്, ചെറുപ്പക്കാരനാണ്. എനിക്കൊന്ന് ചിലപ്പോൾ ഒരു ഇന്നിപ്പോ ഒരു 10-45-50 വയസ്സിന് താഴെ. അപ്പം അദ്ദേഹം വന്ന് പറഞ്ഞു, ഈ അപ്പോസ്തല പ്രവർത്തനത്തിൽ ഈ വാക്യം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടിച്ചത്തത്, പിന്നെ സെക്ഷുവൽ ഇമ്മോറാലിറ്റി, ബ്ലഡിനോട് കൂടിയുള്ളത്, ഇതൊന്നും കഴിക്കാതിരുന്നാൽ മതി, ഇതൊക്കെ ഒഴിവായിരുന്നാൽ മതി, അല്ലാതെ നിങ്ങളുടെ മേൽ അധികം ഭാരം ഒന്നും ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് ബോധ്യം തന്നു എന്ന് അപ്പോസ്തലന്മാർ പറയുന്ന ഈ ഭാഗം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ജെന്റൈൽസിന് ഇതൊക്കെ മാത്രമേ ബാധകമുള്ളൂ, വേറെ ഒന്നും ഒരു വിഷയമല്ല, അതുകൊണ്ട് പുറത്തെ എക്സ്റ്റേണൽ അഡോൺമെന്റ്സ് ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കണം. നീ മറുപടി പറഞ്ഞു, എന്നാൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റ് കറക്റ്റ് അല്ല, ഈ പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ കാര്യം, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഇത് പക്ക ഈ പരിച്ഛേദന എന്ന് പറയുന്ന വിഷയത്തെ അഡ്രസ് ചെയ്യുവാൻ്റെ കോണം. കാര്യം പരിച്ഛേദന ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരു വലിയ വിഷയം അവിടെ നടക്കുമ്പോൾ അപ്പോസ്തലന്മാരെല്ലാവരും കൂടെ, കാര്യം ഇസ്രായേലിൽ നിന്ന് വന്നവരും യഹൂദന്മാരും ഒക്കെ പരിച്ഛേദന എന്ന് പറയുന്ന മോശയുടെ നിയമത്തെ പിടിച്ചു നിൽക്കുന്ന കാലഘട്ടമാണ്. ഇതിൽ നിന്ന് വന്ന് ക്രിസ്തുവിന്റെ നിയമത്തിലേക്ക് കൊണ്ടുവരാൻ വരുന്ന സമയത്ത്, ഈ ജാതികളുടെ അടുക്കൽ ഈ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത്, ഇവരെല്ലാവരും കൂടെ ചെന്ന് അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, വേറെ അധിക ഭാരം ഒന്നും നിങ്ങളുടെ മേൽ വെക്കരുതെന്ന് പറഞ്ഞു. ഏത് അധിക ഭാരം? പരിച്ഛേദന എന്ന് പറഞ്ഞ അധിക ഭാരം ഒന്നും നിങ്ങളുടെ മേൽ വെക്കരുത് എന്ന് പറഞ്ഞ് ആ ഒരു പരിച്ഛേദന എന്ന് പറയുന്ന വിഷയത്തെ മാറ്റി നിർത്താൻ വേണ്ടി അപ്പോസ്തലന്മാര് പറഞ്ഞ ഒരു വേഴ്സാണിത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അങ്ങനെയുള്ള ഈ 3-4 കാര്യം മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. ബാപ്റ്റിസം ആവശ്യമില്ല, നമുക്ക് പിന്നെ ആൽക്കഹോൾ കുടിക്കാം, നമുക്ക് സിഗരറ്റ് വലിക്കാം, എന്തോ വേണമെങ്കിലും ചെയ്യാമല്ലോ. കാര്യം വേറെ ഒന്നും വേദപുസ്തകത്തിലെ നമുക്ക് ആധികാരികമല്ലെന്നുള്ളതല്ലേ ഈ പറഞ്ഞ പാസ്റ്ററുടെ ആർഗ്യുമെന്റ് തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെയല്ല അതിന് മനസ്സിലാക്കേണ്ടത്. ഞാനത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്തൊരു ചോദ്യം, ഇത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാസ്റ്റർമാർ അഡ്രസ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. എൻ്റെ ഒരു ചോദ്യോത്തരത്തിൽ ഇത് കൊണ്ടുവരാൻ കാര്യം, ഈ എക്സ്റ്റേണൽ അഡോൺമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പാസ്റ്റർമാര് അവർക്ക് കത്രമേശ കൊടുക്കത്തില്ല, ലോർഡ് സപ്പർ കൊടുക്കത്തില്ല, സ്നാനപ്പെടുത്തത്തില്ല, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? പണ്ട് കാലത്ത് ഉള്ള ദേവദാസന്മാർ മിക്കവാറും എല്ലാം ഇക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഇപ്പം പിന്നെ കുറച്ചുകൂടെ ഒക്കെ അയഞ്ഞിട്ടുണ്ട്, എന്നാലും നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ദൈവത്തിനോട് നിൽക്കുന്ന ദേവദാസന്മാരുണ്ട്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് അക്കൗണ്ടബിലിറ്റി. ദൈവത്തോടുള്ള അക്കൗണ്ടബിലിറ്റിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇടയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഇടയന് വേണ്ടി ദൈവം, നിങ്ങൾ കാണുന്നില്ലെങ്കിൽ പോലും ദൈവം കൊടുത്തിട്ടുണ്ട്. അവര് എല്ലാവർക്കും വേണ്ടി കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്ന് എബ്രായ ലേഖനം പറയുന്നത്.
പിന്നെ ഇടയന്മാരും ഈ ദൈവവും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തില് നമ്മള് ഗലാത്യ ലേഖനത്തിലാണെന്ന് വായിക്കുന്നു, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തിന്റെ ദാസനായിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണോ മനുഷ്യനെ പ്രസാദിപ്പിക്കണോ? ഇപ്പൊ മനുഷ്യനെ പ്രസാദിപ്പിക്കണമെങ്കിൽ മിണ്ടാതെ ഞാൻ ഇതിൽ പലതിലും ഒന്ന് കണ്ണടച്ചു വിട്ടാൽ മതി. ഞാൻ വാസ്തവമായി ദൈവത്തിന്റെ ഒരു ഇടയനാണെങ്കിൽ, അല്ലാതെ ചെയ്യുന്ന ജോലിക്കെല്ലാം അക്കൗണ്ടബിൾ ആകുകയും ഇതിന് ശിക്ഷാവധി വായിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് അനേകർ ഉപദേശകന്മാരാകരുതെന്നും ഒക്കെ പറയുന്നത്. അപ്പം ശരിക്കും ഇടയനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഭാരമാണ്. അദ്ദേഹം രാപ്പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കും, ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കും. എന്നിട്ട് അദ്ദേഹത്തിന് അക്കൗണ്ടബിൾ ആണ്, ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ട നിമിത്തം അദ്ദേഹം എല്ലാ കാര്യത്തിലും കൺട്രോളും ഉപദേശങ്ങളും ശാസനയും എല്ലാം കൊണ്ടുവരും. അതിനകത്തൊരു കാര്യമാണ് അദ്ദേഹം ഇങ്ങനത്തെ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നത്? 1 കൊരിന്ത്യർ 11:27 പറയുന്നു, അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകുന്നു. അങ്ങനെ ചെയ്യുന്നവൻ എന്തോ ശിക്ഷാവധി പ്രാപിക്കുമെന്ന് പറയുന്നു. അത് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നെന്ന് പറയുന്നു. അങ്ങനെ പലരും ബലഹീനരാകുന്നു, രോഗികളാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. അപ്പോൾ ഇങ്ങനെ തെറ്റ് ചെയ്ത് പാപം ചെയ്ത്, അത് എക്സ്റ്റേണൽ അഡോൾട്ട്മെന്റ് മാത്രമല്ല, എന്തൊക്കെ പാപങ്ങൾ വേണമെങ്കിലും ഉണ്ടാകാം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ മദ്യപിക്കുന്നത് അറിഞ്ഞു, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നത് അറിഞ്ഞു, അല്ലെങ്കിൽ അമ്മായിമ്മ മരുമോള് പോലുണ്ടായി, എന്തെങ്കിലും വിഷയമായിക്കോട്ടെ, ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ദൈവത്തിന്റെ ദാസൻ അറിഞ്ഞു കഴിയുന്നുണ്ടെ പാപം ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് ക്രമീകരണം ഉണ്ടാക്കാൻ അദ്ദേഹം കത്രിമേശ മാറ്റി നിർത്തിയിട്ട് വേണ്ട ഇനി മേലാൽ കത്രിമേശ എടുക്കേണ്ടെന്നല്ല, മകനെ പോയി ഈ കാര്യത്തിൽ ക്രമീകരണം ഉണ്ടാക്കിയിട്ട് വാ. എന്നിട്ട് ദൈവത്തിന്റെ വിശുദ്ധ മേശ, ഇത് പരിശുദ്ധമായ മേശയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരനാകും, നിങ്ങൾ അതിന് നിമിത്തം വീക്കാകും, സിക്കാകും, നിങ്ങൾ അതിന് നിമിത്തം മരണപ്പെടുവാനിടയെത്തും എന്നൊക്കെ പറയുന്ന ആ ഒരു ആശയത്തിൽ സിൻസിയറായിട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ ദാസൻ അങ്ങനെ ചെയ്യും. ഇനി ഞാൻ അതിനൊരു ഉദാഹരണം പറയുവാൻ വേണ്ടി എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്നു. എൻ്റെ മകന് ഒരു ഉദാഹരണത്തിന് എൻ്റെ മകന് നട്ട്സ് അലർജി ആണെന്ന് വിചാരിച്ചോളുക. അങ്ങനെ നട്ട്സ് അലർജി ആണെങ്കിൽ ഞാൻ അവനെ കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ നല്ലൊരു ഐസ്ക്രീം സെറ്റ് വാങ്ങിക്കുന്നു, നല്ലൊരു ഫലൂഡ വാങ്ങിക്കുന്നു. ഇതിനകത്ത് മുഴുവൻ നട്ട്സ് ആണ്. ഞാൻ അവരോട് ചോദിക്കുന്നു, നട്ട്സ് ഉണ്ടോ ഇതിനകത്ത്? ഉടനെ പറയുന്നു നട്ട്സ് ഉണ്ടെന്ന് പറയുന്നത്. ഞാൻ അപ്പം തന്നെ അത് പറയുന്നു, ഇത് കഴിക്കാൻ പറ്റത്തില്ല. അതിനോടകം എൻ്റെ മകൻ ഇവിടെ കിടന്ന് കരഞ്ഞു വിളിച്ച് അത് വരുന്നതിന്റെ എക്സൈറ്റ്മെന്റിലൊക്കെ നിൽക്കുവാന്നിരുന്നോട്ടെ. അടുത്ത നിമിഷം ഞാൻ പറയും, പറ്റത്തില്ല മോനെ, കഴിക്കാൻ പറ്റത്തില്ല. അവൻ അവിടെ കിടന്ന് കരഞ്ഞാലും വിളിച്ചാലും എന്തൊക്കെ ചെയ്താലും ഞാൻ നട്ട്സ് കൊടുക്കത്തില്ല. എന്തോന്ന് വെച്ചാൽ എനിക്കറിയാം എൻ്റെ മകൻ ഇത് കഴിച്ചാൽ ഇവൻ മരണപ്പെടുമെന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ നട്ട്സ് കൊടുക്കുന്നത്? അത് പിതാവിന്റെ സ്നേഹം എന്ന് പറയുന്നത് പോലെ വാസ്തവമായി ഉള്ള ഒരു ഇടയനാണെങ്കിൽ ഒരു പാപം ചെയ്ത വ്യക്തിക്ക് പോലും കത്രിമേശ കൈ കൊടുക്കത്തില്ല. നേരത്തെ പറയും ഒന്നി എടുക്കരുത്. അല്ലെങ്കിൽ നേരത്തെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്നെ വളരെ ടച്ച് ചെയ്തൊരു കാര്യം, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം കുറെ പാപങ്ങൾ ഈ കത്രിമേശയ്ക്ക് മുമ്പ് വിളിച്ചു പറയും. പിന്നെ സിനിമ കണ്ടവര്, സീരിയൽ കണ്ടവര്, പിന്നെ സിഗരറ്റ് വലിക്കുക, കൂട്ടുകാരോടൊപ്പം പൊട്ടച്ചൊല്ല്, കളിവാക്ക്, എന്തെങ്കിലും ചീത്ത വാക്കുകൾ ഉപയോഗിച്ചവര്, ഇങ്ങനെയുള്ളവരാരും ക്രമീകരണം ഉണ്ടാക്കാതെ കത്രിമേശ എടുക്കരുത്, അല്ലെങ്കിൽ അന്യോന്യം പ്രശ്നമാണ്. ഇത് ഇങ്ങനെ പറയുമ്പോൾ നമ്മളിൽ ഒത്തിരി കുറ്റബോധങ്ങൾ ഉണ്ടാവും, പാപബോധം ഉളവാകുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത്. അതുകൊണ്ടാണ് ഒരു ട്രൂ ഷെപ്പേർഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു നല്ല ഇടയനുണ്ടെങ്കിൽ അതിൽ സന്തോഷവരാകുക, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കണം. അതിൽ നിന്ന് നിങ്ങൾ കറക്റ്റഡ് ആകുക. കർത്താവിന്റെ രാജ്യത്ത് പോകാനല്ലേ ഇതൊക്കെ എന്ത് വലിയ കാര്യങ്ങൾ ഇരിക്കുന്നു? ഇതൊക്കെ വിട്ടിട്ട് കർത്താവിന് വേണ്ടി ഓടേണ്ടവരല്ലേ നമ്മൾ? അതുകൊണ്ട് അത് വളരെ ആവശ്യമാണെന്നാണ് എൻ്റെ ചിന്ത. ഇതിനേക്കാൾ കൂടുതൽ ദൈവദാസന്മാർക്ക് പറഞ്ഞു തരുവാൻ തക്കണം ഇടയായിത്തീരും. പിന്നെ ഇപ്പോഴത്തെ ദൈവദാസന്മാർ പല ന്യൂ ജനറേഷനും ഒക്കെ ഉണ്ട്, അവർക്ക് പല ആശയങ്ങൾ കാണും. ഞങ്ങൾ പറയുന്നത് പൂർണ്ണ പെന്തക്കോസ് വേർപാടിന്റെ ഉപദേശത്തിലെ ആശയങ്ങളാണ്. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അത് ഞാൻ ലീവ് ചെയ്യുന്നു. താങ്ക് യു. അടുത്തതിലേക്ക് നമുക്ക് വരാം. എൻ്റെ ചോദ്യങ്ങൾ ഏകദേശം കൺക്ലൂഡ് ആയിട്ടുണ്ട്. ചോദ്യോത്തര ആ ഒരു എപ്പിസോഡിന്റെ ഏകദേശം ഫൈനൽ സ്റ്റേജിൽ എത്തിയേക്കാണ്. ഞാൻ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മീറ്റിംഗ് പോയി. ആ മീറ്റിങ്ങിൽ ഒരു ചോദ്യോത്തരത്തിനുള്ള ഒരു സമയം അവിടെ വന്ന ദൈവദാസൻ ലീഡ് ചെയ്ത് അത് കൊടുത്തിരുന്നു. അതൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആയിരുന്നു. ആ ചോദ്യോത്തര വേളയിൽ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തത് ദൈവഹിത പ്രകാരമല്ല, വേർപെട്ട വിശ്വാസികൾക്ക് യോഗ്യമല്ല എന്ന് കണ്ട് ഞാനത് ഒത്തിരി വേദനിച്ചു. ഞാനപ്പോൾ അത് ഇറങ്ങി വന്ന മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ ദൈവദാസനോട് ഒറ്റയ്ക്ക് സംസാരിച്ചിട്ട് വളരെ സ്നേഹത്തോട് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്, ഇത് പാപമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, എന്നാ പിന്നെ
അച്ചച്ച എന്ന് വിളിച്ച്, എന്നെയൊക്കെ ഒത്തിരി ഇളയതാണ്, അച്ചച്ച എന്ന് അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരിക ദൈവവചന പ്രകാരം അതെങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ, അദ്ദേഹം ഒരു ബൈബിൾ കോളേജ് അധ്യാപകനാണ്, അദ്ദേഹത്തോട് അത് പറഞ്ഞു കൊടുക്കുവാൻ തക്കോണം എൻ്റെ ഒന്ന് രണ്ട് വാക്കുകളിലോ എൻ്റെ ഇതിലൊന്നും പറ്റത്തില്ല. അപ്പൊ ഞാൻ ഏകദേശം 2 ആഴ്ച ഇരുന്ന് അന്നുണ്ടാക്കിയ ഒരു ഡെക്കാണ്. അദ്ദേഹവുമായി പിന്നീട് ഏകദേശം 1.5-2 മണിക്കൂർ മീറ്റിംഗ് നടത്തി ഇത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഞാനും എൻ്റെ അനുജനും കൂടെ ഉണ്ടായിരുന്നു. അനുജൻ കാനഡയിൽ പിന്നെ ജോലി ചെയ്യുകയും സുവിശേഷ വേല ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കി. പിന്നീട് ഞാൻ ഈ വിഷയം വിട്ടിട്ട് ഈ അടുത്ത കാലം ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇതേ കാര്യത്തിൽ എന്നെ വേദനപ്പെടുത്തുവാൻ തുടങ്ങി. എന്നോട് ഇത് ഒന്ന് പബ്ലിക്കായിട്ട് ഇത് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് പലവട്ടമായി എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഈ വിഷയം പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതായി. അപ്പൊ എൻ്റെ ഒരു നോർമൽ ക്യാരക്ടർ അനുസരിച്ച് എനിക്ക് ഇങ്ങനെ പബ്ലിക്കിൽ ഇങ്ങനെ വരാനോ ഒന്നും ഒരു താല്പര്യങ്ങളൊന്നുമില്ല. അപ്പം എന്നാൽ അങ്ങനെ പരിശുദ്ധാത്മാവ് വളരെ വളരെ ഹേമിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ഡെക്ക് ചെയ്യുവാൻ ഇടയായി തീർന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരു ക്രിസ്തുവിന്റെ അംബാസഡറായി നമ്മൾ ഒരു മീറ്റിങ്ങിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെ കാണുന്നവർ പല കാര്യങ്ങളും, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ ഇച്ചിരി ഒന്ന് ലൈറ്റ് ആക്കിയാൽ അതിൽ ഒരു ഉപദേശത്തിന്റെ കാര്യം കംപ്ലീറ്റ് ലൈറ്റ് ആയി പോകുവാൻ തക്കണം. ഞാൻ മുൻപത്തെ പ്രീവിയസ് എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചെറിയ പ്രായത്തിൽ മീശ വെച്ചിരുന്ന ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് കണ്ട് അദ്ദേഹത്തിനോടുള്ള ഒരു ഇമേജ് ക്രിയേറ്റഡ് ആയി. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അദ്ദേഹത്തിന് മീശ വെക്കാമെങ്കിൽ എനിക്ക് ഫ്രഞ്ച് താടി വെച്ചാൽ എന്താ കുഴപ്പം എന്നുള്ളൊരു ചിന്ത വന്നു. അന്ന് ഉണ്ടായിരുന്ന വേറൊരു ഫാഷനാണ് ഈ കൃതാവ് നീട്ടി വളർത്തുക. അപ്പം എനിക്കിത് വളരെ അസ്വസ്ഥമായി. എൻ്റെ പിതാവ് അലൗ ചെയ്യത്തില്ല. എൻ്റെ പിതാവ് വളരെ സ്ട്രിക്റ്റ് ആണ് ചർച്ചിൽ. അപ്പൊ അലൗ ചെയ്യത്തില്ല. ഒരു സൈഡിൽ ഒരു ദേവദാസൻ മീശ വെച്ചുകൊണ്ട് വരുന്നു എന്നുള്ളത് അത് അന്നത്തെ ഒരു ഫാഷനാണ്. ഇന്നത്തെ എനിക്ക് തോന്നുന്നില്ല പിള്ളേർക്ക് മീശ വെക്കാൻ വലിയ താല്പര്യമുണ്ടെന്ന്. അവർക്കൊന്നും ഈ ഫ്രഞ്ച് താടിയോ അല്ലെങ്കിൽ പലവിധ വരയിടുന്ന ഫാഷനോ ഇങ്ങനത്തെ ഇപ്പോഴത്തെ ന്യൂജൻ ഇംഗ്ലീഷ് ചർച്ചസ് എന്തൊക്കെ കാണിക്കുന്നുണ്ടോ അതുൾപ്പെടെ ചെവിയിൽ കടുക്കനിടുന്നത് ഉൾപ്പെടെ ഇപ്പോഴത്തെ പാട്ടുകാർ ചെവിയിൽ കടുക്കനിട്ട ആണുങ്ങൾ പാട്ട് പാടുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അതിലോട്ടാണ് ഇപ്പോഴത്തെ പുതിയ ന്യൂ ട്രെൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അന്നത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് മീശ വെക്കുന്ന ഒരു ട്രെൻഡാണ്, അന്നത്തെ ഒരു ലോകത്തിന്റെ പാറ്റേൺ. ഇന്നത്തെ ട്രെൻഡ് എന്ന് പിള്ളേര് മീശ വടിച്ചു കളഞ്ഞിട്ട് ഇത് മാത്രം വെക്കുക, താടി മാത്രം വെക്കുക, ഇവിടെ ഇത്രയിടത്ത് മാത്രം വെക്കുക. ഇതിന് നമുക്ക് വല്ല ന്യായീകരണങ്ങളും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റെപ്രസെന്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങളെ ക്രമീകരിക്കണം. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് പാപത്തിന് റീസെന്റ് ആയി തീരുവാൻ ഇടയായി തീരും. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ഭക്ഷണം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് വിഗ്രഹാർപ്പിതത്തെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ കഴിക്കുന്നത് സ്തോത്രത്തോടെ കഴിച്ച കുഴപ്പമില്ലെന്നൊക്കെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് എന്താ പറഞ്ഞു, അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു ബലഹീനമായ വിശ്വാസി അങ്ങനെ കണ്ടാൽ അവന്റെ ബലഹീന മനസാക്ഷി അതിന് വിഗ്രഹാർപ്പത്തെ റെസ്പെക്ട് ചെയ്ത് കഴിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ ക്രിസ്തു ആർക്ക് വേണ്ടി മരിച്ചോ അവൻ നീ നിമിത്തം പാപം ചെയ്യുവാൻ ഇടയായിത്തീരും എന്ന് പറയുന്ന ആ എക്സാക്ട് കോണ്ടാക്സ്റ്റ് അല്ല ഇവിടെ പാപമായ ഒരു വിഷയം തന്നെ നാം ബലഹീനരായി, നമുക്ക് അതിലൊരു ബലഹീനത വന്നു, നമ്മൾ വളരെ ശ്രദ്ധയോടെ അത് ഹാൻഡിൽ ചെയ്തില്ല. അപ്പൊ ഞാനൊരു മീശ വെച്ചോ, ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ തലമുറ ഇത് കണ്ടാണ് വളരുന്നത്. എൻ്റെ തലമുറയ്ക്ക് 100 കൂട്ടം ചോദ്യങ്ങളുടെ മുമ്പിൽ ഞാൻ വലിയ സുവിശേഷം ഒന്നും പറഞ്ഞില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എന്നെ കാണുമ്പം ക്രിസ്തുവിന്റെ പത്രമായി കാണുവാൻ ഇടയായിത്തീരണം. അങ്ങനെ നമ്മൾ ഭക്തന്മാരുടെ കാര്യത്തിലേ ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ഒന്നും ആകണ്ട. നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന യഹോവ ഭക്തരായ വിശ്വാസികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇക്കാര്യത്തിൽ തോന്നത്തില്ല. സൂക്ഷിക്കുക, എല്ലാ കാര്യത്തിലും നമ്മൾ സൂക്ഷിക്കുക. വസ്ത്രം അടി തൊട്ട് മുടി വരെ, മുടി വെട്ടാൻ ബാർബർ ഷോപ്പിൽ ചെല്ലുമ്പോൾ തൊട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു വേണം മുടി എങ്ങനെ വെട്ടണമെന്ന് ചിന്തിക്കാൻ. അതിനകത്ത് ഫാഷൻ ഉണ്ടാകുമോ? എൻ്റെ മകൻ ഇപ്പം 13 വയസ്സാവുന്നു. ഞാൻ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോകുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ ഞാൻ പറയും, ഒരു ഫാഷനും ഈ തലയിൽ കൊണ്ടുവരരുത് എന്ന് പറയും. അപ്പം അങ്ങനെ പറഞ്ഞ് ചെറിയ പ്രായം തൊട്ടേ വളർത്തിക്കൊണ്ട് വരുമ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാൻ ഇടയായിത്തീരും. അപ്പം ഒരു കൺക്ലൂഷൻ ഞാൻ പറയുന്നത്, ഞാൻ ആദ്യം തുടങ്ങിയ വാക്യം, എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ അനന്യമായി കർത്താവിന്റെ വരവേൽക്കൽ കാണപ്പെടുവാൻ ഇടയായിത്തീരണം. ഈ കാലം ചുരുങ്ങി കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇതിനു വേണ്ടി നിൽക്കാൻ പോഷത്വമാണെന്നും ഇത് കേട്ട ചിലർക്ക് ഇപ്പം നിങ്ങൾ നോക്കിയോ, ഞാനിത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇറിറ്റേറ്റഡ് ആയ ആൾക്കാർ ഇതിന്റെ അടിയിൽ കമന്റ് എഴുതാൻ തുടങ്ങും. കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് അപ്പുറത്തോട്ട് ഈ പറഞ്ഞ പെന്തക്കോസിന്റെ
വിശുദ്ധിയുടെ ഉപദേശമൊക്കെ വിട്ട് ന്യൂ ജനറേഷൻ ചർച്ചസും പല കാര്യങ്ങളും ഒക്കെ കയറി വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആളുകൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പോലും പറ്റത്തില്ല. ഇത് തന്നെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവർ പോലെ തന്നെ പല കാര്യങ്ങളും കണ്ടിട്ട് ഇതൊക്കെ ഒരു വലിയ കുഴപ്പമുണ്ടോ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്ന കാര്യം. ഞാനിതൊന്ന് വിട്ടിട്ട് ഒരു ചെറിയ കോണ്ടക്സ്റ്റ് മാറട്ടെ. ഡിവോഴ്സ് നമ്മുടെ ഒക്കെ ഇടകളിൽ കയറി വന്നു. ഞാൻ സബ്ജക്ട് ഒരിക്കലും വിടരുതെന്ന് ഞാൻ ബോഡി ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ തന്നെ നിൽക്കുന്നത്. നമ്മൾ പല കാര്യങ്ങളെയും അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ നമ്മൾ പലതിലും അഡ്ജസ്റ്റഡ് ആയി പോകാതെ ദൈവമക്കളായി നിൽക്കുക, യുണീക്കായിട്ട് നിൽക്കുക. ഞാൻ ഒരുത്തനേ ഉള്ളു ബാക്കിയുള്ളതെന്നുണ്ടെങ്കിലും നമ്മൾ യോശുവയും കാലേബിനെ പോലെ വേറൊരു സ്വഭാവമുള്ളവരായി കർത്താവിന് വേണ്ടി പിടിച്ചു നിൽക്കുക. കർത്താവിന്റെ വരവിൽ കാണപ്പെടുവാനിടയായി തീരണം. എത്രയും പെട്ടെന്ന് നമ്മൾ കാത്തിരിക്കുന്ന കർത്താവിന്റെ വരവ് എത്രയും പെട്ടെന്ന് നടക്കും. അതിൽ കർത്താവിനോടൊപ്പം ചേർക്കപ്പെടുവാൻ കോണം നമുക്ക് വിശുദ്ധിയോടെ ഒരുങ്ങിയിരിക്കാം. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു. എന്നെ ഇത്രയും വാച്ച് ചെയ്തതിന് താങ്ക് യു.